ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം അടുത്തെത്തി, ആദ്യഘട്ടം എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു 5 മാർക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയുടെ 2 മണിക്കൂർ നീണ്ടുന്ന വീഡിയോ ആണ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ക്ലാസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഓവറോൾ ആയിട്ട് നമുക്കൊന്ന് ചുരുക്കി അടിച്ചുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം, നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഫുള്ളായിട്ടിരുന്ന് കാണുക. പിന്നെ ഓൾറെഡി പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്, ടോപ്പിക്കിനുള്ളിലേക്ക് പോവാണ്. എന്നാൽ നമ്മുടെ സിലബസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് വരികയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം ചോദിക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം, ഡിഗ്രി ലെവൽ ഭാഗത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കോണമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യും, 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് ചോദിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്, നാഷണൽ ഇൻകം എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നീട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, ഡിസ്പോസിബിൾ ഇൻകം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ ആ ഒരു സെക്ടർ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഒരു സർവീസ് സെക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഓവറോൾ നമുക്ക് അറിഞ്ഞു വയ്ക്കണം. പിന്നീട് ആക്റ്റീവ് ഫാക്ടർ എന്താണ്, പാസീവ് ഫാക്ടർ എന്താണ്, ഇതെല്ലാം കൂടെ ചേർത്ത് 1 മാർക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. പിന്നീടുള്ളത് 5 ഇയർ പ്ലാൻസ്, നിധി ആയോഗ് എന്ന ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നീടുള്ളത് ഫങ്ഷൻസ് ഓഫ് എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭാഗമാണ്. ഈ ഭാഗത്ത് നമുക്ക് എക്കോണമി ഫേസ് ചെയ്യുന്ന 3 ചോദ്യങ്ങൾ അല്ലെ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന എല്ലാവരെയും നമുക്ക് എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഫ്രീ മാർക്കറ്റ്, ഒരു സ്വതന്ത്ര കമ്പോളത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് ഉത്തരം തരുന്ന ഒരു കമ്പോളമാണെങ്കിൽ ആ കമ്പോളത്തിനെയും നമുക്കൊരു എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. അതുപോലെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക് RBI ഒരു എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും നമുക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് RBIയുടെ ബേസിക് ഫാക്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മിക്കവാറും മോണിറ്ററി പോളിസി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നമുക്ക് എന്തായാലും കിട്ടും. പിന്നീടുള്ളത് ടാക്സ്, നോൺ ടാക്സ് റവന്യൂ എന്നുള്ളത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഇതിലെ ഫിസ്ക്കൽ പോളിസിയിൽ നിന്ന് നമുക്ക് മിക്കവാറും ഇത്രയും ഭാഗത്ത് നിന്ന് 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മിക്കവാറും ഭാഗത്ത് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഒരു ക്വസ്റ്റ്യൻ, GST ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ മാറി എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ മൊത്തത്തിൽ നിന്ന് എന്ത് ചെയ്യും, 2 മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു 5 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെ നമുക്കൊന്ന് ഓവറോൾ ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം. അതിലാദ്യം നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 2025-26 കണക്ക് നോക്കുകയാണെങ്കിൽ 2025-26 നമ്മൾ പ്രതീക്ഷിക്കുന്ന GDP വളർച്ചാ നിരക്ക്, ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? എന്നാൽ നമ്മൾ ആ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ 2025-26 കാലഘട്ടത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആനുവൽ GDP എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 7.4% ആണ് 2025-26. അത് ഗ്രോസ് വാല്യൂ ആഡഡ് നോക്കുകയാണെങ്കിൽ 7.3% ആണ്. ഗ്രോസ് വാല്യൂ ആഡഡ് 7.3% ആണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ വാല്യൂ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇന്ത്യയുടെ ഒരു GDP വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 7.4%, GB ആണെങ്കിൽ ഒരു 7.3% ആണ് 2025-26 കണക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സെക്ടറൽ കോമ്പോസിഷൻ എന്ന ഭാഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയുടെ ഒരു GDP നോക്കുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ GDP അല്ലെങ്കിൽ GVA നോക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും, എന്താണ് GVA, എന്താണ് GDP, നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണ്? കൃത്യമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് അറിഞ്ഞു വയ്ക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ഒരു സെക്ടറൽ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2025-26 ഒരു റിവൈസ്ഡ് കണക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഇന്ത്യൻ GDPയുടെ ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല എന്ന് പറയുന്നത് ടെറിഷറി സെക്ടറാണ്, സർവീസ് സെക്ടറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് സംഭാവന തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല എന്ന് പറയുന്നത് ടെറിഷറി സെക്ടറാണ്, അല്ലെങ്കിൽ സർവീസ് സെക്ടറാണ്.
സർവീസ് സെക്ടർ തരുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 2025-26 ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 56%. നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റ് 55 ആയിരുന്നു. അതിനെ റിവൈസ് ചെയ്ത് എത്രയാണ്? 56% തരുന്ന വരുമാനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രൈമറി സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ ഇവിടെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിംഗ്, അതുപോലെ മൈനിങ്, ഖനനം, കോറിംഗ്, പാറ പൊട്ടിക്കൽ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എത്ര ശതമാനം? 19%. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ തരുന്ന വരുമാനം എന്ന് പറയുന്നത് 19% ആണ്. 19% 2025-26 തന്ന വരുമാനം. ഇനി സെക്കൻഡറി സെക്ടർ തന്ന കോൺട്രിബ്യൂഷൻ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, നമ്മുടെ മാനുഫാക്ചറിങ്, അതുപോലെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് സെക്കൻഡറി സെക്ടർ എന്ന വരുമാനം എന്ന് പറയുന്നത് 25% സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന വരുമാനം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ രണ്ട് ഭാഗങ്ങൾ, ഈ ഡേറ്റകൾ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇവിടുന്ന് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. മനസ്സിൽ വെക്കേണ്ട ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ്, എപ്പോഴും GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സർവീസ് സെക്ടർ തരുന്ന വരുമാനം, സർവീസ് സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 50% മുകളിലാണ് സർവീസ് സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഒരു 1991 LPG റിഫോംസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സർവീസ് സെക്ടർ ഗ്രാജ്വലി ഇന്ത്യയിൽ വളരാൻ തുടങ്ങി. അതിനുശേഷം സർവീസ് സെക്ടറാണ് ഇന്ത്യൻ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് തന്നെ സർവീസ് സെക്ടർ മാറി. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ GDP-യിൽ 50%-ലധികം വരുമാനം തരുന്നൊരു മേഖലയാണ് സർവീസ് സെക്ടർ. ഇനി അതേ സമയത്ത് സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ, വ്യാവസായിക മേഖല, വ്യവസായം ഉൾപ്പെടുന്ന സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30%-നും താഴെയാണ്. 2014-15 കാലഘട്ടത്തിൽ അതൊരു 30 എന്ന് കാണാം. ഗ്രാജുവലി ഇത് കുറഞ്ഞു വന്നിട്ട് ഇപ്പോൾ അടുത്തിടെയായിട്ട് തരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 25-നകത്ത് നിൽക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ വർഷവും കിട്ടുന്ന വരുമാനം 25% എന്ന് ചെയ്തു നമ്മൾ കണ്ടു. ഇനി അതേ സമയത്ത് പ്രൈമറി സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണ്? പ്രൈമറി സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ അത് ഏകദേശം 20-നടുത്ത് തന്നെ എപ്പോഴും നിൽക്കുന്നതായിട്ട് കാണാം. ഏകദേശം ഒരു 20%. ഓക്കെ, അഗ്രികൾച്ചറും മൈനിങ്ങും എല്ലാം കൂടെ ചേർത്ത് പ്രൈമറി സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 20%. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിരുന്നാൽ ഇവിടെ നിന്നുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരുപാട് തവണ ഡിഗ്രി ലെവലിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, താഴെ തന്നിരിക്കുന്നവയിൽ 2023-24 പ്രൈമറി സെക്ടർ തന്ന കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ വിചാരിച്ചോളൂ. ഓപ്ഷൻ തരികയാണ്. ഓപ്ഷൻ എ 2023-24 പ്രൈമറി സെക്ടർ എന്ന് 18.5, ഓപ്ഷൻ ബി 12%, ഓപ്ഷൻ സി 24%, ഓപ്ഷൻ ഡി 50%. ഏത് ആൻസർ എടുക്കും? ഓക്കെ, അപ്പോൾ ഒരു ഓവറോൾ ഒരു ഔട്ട്ലുക്ക് നമ്മുടെ മനസ്സിലിട്ടേക്കുകയാണെങ്കിൽ, ഇത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. പ്രൈമറി സെക്ടർ തരുന്ന കോൺട്രിബ്യൂഷൻ എപ്പോഴും 20-നോട് അടുത്ത വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ അത് ഏകദേശം ഒരു 18.5 ആയിരിക്കണം, അല്ലേ? 12 അത്രയും കുറഞ്ഞു പോയിട്ടില്ല. 20-ൽ കൂടുതൽ കിട്ടിയിട്ടേ ഇല്ല. 50 അതെന്തായാലും വരില്ല. ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നാളെ പരീക്ഷ പോലെ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അവിടെ കൃത്യമായിട്ട് വാല്യൂ അറിയാമെങ്കിൽ എഴുതാവുള്ളൂ എന്ന വാശി പിടിക്കരുത്. ഒരു ഏകദേശം ഒരു ഐഡിയ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇതുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അത് അങ്ങനെ തന്നെ എത്തുകയും വേണം. സെറ്റല്ലേ? ശരി, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ പറയും, ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല ആര് തന്നെയാണ്? സർവീസ് സെക്ടർ തന്നെയാണ്. ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖല ആരാണ്? പ്രൈമറി സെക്ടറാണ്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കാമല്ലോ. ഈ കാണിച്ചേക്കുന്ന ഡേറ്റയിൽ നിന്ന് ഇന്ത്യൻ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുടച്ച് പറയാം, സർവീസ് സെക്ടറാണ്. Okay, the largest contributor to the India's GDP, service sector, that is greater than 50%. അല്ലേ? അതേസമയത്ത് ഒരു ലീസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് സെക്ടർ ഏത് ചോദിക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടർ തരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 20%. സെറ്റല്ലേ? ശരി, അങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകൾ ജോലി ചെയ്യുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല, ദ മോസ്റ്റ് എംപ്ലോയിഡ് സെക്ടർ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രൈമറി സെക്ടർ ആണെന്ന് കാണാം. നിലവിലെ സാഹചര്യത്തിൽ 46% ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രൈമറി സെക്ടറിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് രാജ്യത്തിന് ഏറ്റവും കുറച്ച് വരുമാനം തരുന്നത്.
അല്ലേ? 46% ആളുകൾ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. ഈ മേഖലയാണ് രാജ്യത്തിന് ഏറ്റവും കുറവ് വരുമാനം തരുന്നത്, വെറും 20%. ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡിസ്പാരിറ്റിയുടെ ഏറ്റവും വലിയ റീസൺ അത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടർ. അതേസമയത്ത് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ദി ഇന്ത്യസ് GDP എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സർവീസ് സെക്ടർ. ലീസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് സെക്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രൈമറി സെക്ടറാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ സെക്കൻഡറി സെക്ടറിന് നിലനിൽപ്പുള്ളൂ. കാര്യം ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. അതാവട്ടെ കൂടുതൽ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രീസിന് നിലനിൽപ്പില്ല ഇപ്പോൾ അഗ്രികൾച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ. ശരിയാണ്. അതുപോലെ തന്നെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ഉണ്ടെങ്കിൽ ടെറിഷറി സെക്ടറിന് പകുതിയിലധികം ഇതിനും എന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ ബാക്ക് ബോൺ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന, സെക്കൻഡറി സെക്ടറിലേക്ക് റോ മെറ്റീരിയൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സെക്കൻഡറിയുടെയും ടെറിഷറിയുടെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പ്രൈമറി സെക്ടർ തന്നെയാണ്, നമ്മുടെ അഗ്രികൾച്ചർ തന്നെയാണ് എന്ന് പറയുക ഇന്ത്യൻ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് വിളിക്കുക. അപ്പോൾ ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അഗ്രികൾച്ചർ ആണ്. ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി അഗ്രികൾച്ചർ ആണ്. മോസ്റ്റ് എംപ്ലോയിഡ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. എന്നാൽ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആണ്. ലീസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആരാണ്? പ്രൈമറി സെക്ടർ ആണ്. സെറ്റല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പോയിന്റ് പറയും, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല അഗ്രികൾച്ചർ ആയതുകൊണ്ടും നമ്മൾ പറയും ഇന്ത്യൻ എക്കോണമി ഈസ് അഗ്രികൾച്ചർ ഓറിയന്റഡ് എക്കോണമി എന്ന് പറയും. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓറിയന്റഡ് ആണ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് ആയതുകൊണ്ട് നമ്മൾ പറയും ഇന്ത്യൻ എക്കോണമി ഈസ് എ സർവീസ് ഡ്രിവൺ എക്കോണമി എന്ന് നമ്മൾ പറയും. സർവീസ് ഡ്രിവൺ എക്കോണമി. സെറ്റേ? അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മുടെ പരീക്ഷ എഴുതിക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആണ്. ഇത്ര സമയത്തിന് 1.25 മണിക്കൂറിനുള്ളിൽ 100 ക്വസ്റ്റ്യനിലേക്കും എത്തിക്കുക, അതിൻ്റെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിച്ചേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. മിക്കവാറും തരുന്ന ക്വസ്റ്റ്യൻസുകൾ അതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ്, ഇന്ത്യയിലെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി വർഷങ്ങൾ കഴിയും തോറും ഗ്രാജുവലി എന്ത് ചെയ്യാണ്, സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിയാണോ? പിന്നെ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. നേരത്തെ സർവീസ് സെക്ടർ ഇല്ലായിരുന്നു. 1991 ശേഷം സർവീസ് സെക്ടർ പതിയെ ബൂം ചെയ്തു വരുന്നു. അതിനുശേഷം സർവീസ് സെക്ടർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറിൽ ഒരാളായിട്ട് ആര് മാറുന്നു, സർവീസ് സെക്ടർ മാറുന്നു. ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ട് സർവീസ് സെക്ടർ മാറുന്നു. ഇപ്പോൾ പകുതിയിലധികം കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന മേഖലയായിട്ട് ആര് മാറി, സർവീസ് സെക്ടർ മാറി. അതേസമയത്ത് നമ്മളോട് പറയാണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്തു വരുന്നതാണ് ഇന്ത്യൻ എക്കോണമിയിൽ കാണുന്നത്. ഇത് ശരി തന്നെയാണ്. അഗ്രികൾച്ചർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും 75%-ലധികം ആളുകൾ ജോലി ചെയ്യുന്നതും രാജ്യത്തിന് വരുമാനം തരുന്നൊരു മേഖലയും കൃഷി മാത്രമായിരുന്നു. എന്നാൽ ഗ്രാജുവലി കൃഷിയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിന് കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. നിലവിൽ 20%-ന് താഴെയാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനം. അങ്ങനെയെങ്കിൽ വ്യവസായത്തിൻ്റെ അവസ്ഥ എന്താ? സെയിം ലൈക്ക് അഗ്രികൾച്ചർ. വ്യവസായത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, രാജ്യത്തിനകത്തുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതൊരു പരിധിക്കപ്പുറത്തേക്ക് വളരുന്നില്ല എന്ന് നമുക്ക് കാണാം. പിന്നെയും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 1991 LPG റിഫോംസിന് ശേഷം ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എളുപ്പമാക്കിയെങ്കിലും ഇമ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നു. അത് ഈ പറയുന്ന പോലെ നമ്മുടെ വ്യവസായങ്ങളുടെ വിലത്തകർച്ചയിലേക്ക് അത് നയിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി സെക്ടറിന് വലിയൊരു വളർച്ചയൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഗ്രാജുവലി നോക്കുകയാണെങ്കിൽ 2014 കാലഘട്ടമൊക്കെ ആയപ്പോൾ ഒരു 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയായിരുന്നു സെക്കൻഡറി സെക്ടർ. എന്നാൽ അവിടുന്നും കുറഞ്ഞു തന്നെ വരുന്നൊരു ട്രെൻഡ് തന്നെയാണ് എവിടെയുള്ളത്, സെക്കൻഡറി സെക്ടറിലുള്ളത്. നിലവിൽ വെറും 25% മാത്രമാണ് സെക്കൻഡറി സെക്ടറിൻ്റെയും കോൺട്രിബ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈമറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അതൊരു ഡിക്ലൈൻ ആണ് എന്ന് ചെയ്യാം നമുക്ക് കാണാം. എന്നാൽ ടെറിഷറി സെക്ടർ മാത്രം എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു എന്നതും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. സെറ്റാണോടാ? സെറ്റാണോ? ഇത്രയും പോയിട്ട് സെറ്റാണോ? ശരി. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്തായാലും ഇത്രയും കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, നാളത്തെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ, അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ, ആദ്യ ഘട്ടത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം.
ഇതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ എക്കോണമി ഈസ് അഗ്രികൾച്ചർ ഓറിയന്റഡ് ആൻഡ് സർവീസ് ഡ്രിവൺ എക്കോണമി എന്ന് ഞാൻ പറയുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറയാമോ? PYQ തന്നെയാണ്, ഡിഗ്രി ലെവൽ PYQ തന്നെയാണ്. എല്ലാവരും പട്ടപടപടാവുന്ന ആൻസർ പറയട്ടെ. Which of the following statement or statements about the sectoral contribution of GDP in India is or correct എന്നുള്ള is or are correct എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ the percentage share of primary sector has declined over time. ശരി തന്നെയാണ്. പ്രൈമറി സെക്ടർ ഡിക്ലൈൻ ചെയ്തു വരുന്നൊരു ട്രെൻഡാണ് ഇന്ത്യൻ എക്കോണമിയിലുള്ളത്. ശരി തന്നെ. അടുത്തത് the percentage share of secondary sector has declined over time. ശരി തന്നെയാണ്, ശരി തന്നെയാണ്. അഗ്രികൾച്ചറിൻ്റെ അത്രയും വലിയൊരു ഡിക്ലൈൻ ഒന്നും ഇല്ലെങ്കിലും സെക്കൻഡറി സെക്ടറും എന്ത് തന്നെയാണ്, കുറഞ്ഞു വരുന്നൊരു ട്രെൻഡൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയിലുള്ളത്. ഇനി പെർസെൻറ്റേജ് ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. തെറ്റാണ്. സർവീസ് സെക്ടർ ഗ്രോ ചെയ്തു വരുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇന്ത്യൻ എക്കോണമിയിലുള്ളത്. നിലവിൽ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖല തന്നെയാണ് ആര്? സർവീസ് സെക്ടർ. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി 1 and 2. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിഗ്രി ലെവൽ വരാം. ഇതിപ്പോൾ ചോദിച്ചേക്കുന്നതാണ് ഒരു PYQ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൈമറി സെക്ടർ ആണെങ്കിൽ ഇത് നോക്കി 18, 17, 18, 20 അങ്ങനെ ഒരു റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത് 2014 മുതൽ 2020-21 വരെ. അതേസമയത്ത് സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു 30 ആയിരുന്നു. 30, 29, 29, 27, 26 കുറഞ്ഞു വരികയാണ്. ഗ്രാജുവലി നമ്മൾ എത്രയിലേക്ക് പോയി? ഇപ്പോൾ 25 പോയി. ശരിയല്ലേ? എന്നാൽ സർവീസ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട് അല്ലെ? നിലവിൽ എന്ത് ചെയ്തു? 56% എന്നൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സെറ്റാണ്, പിടികിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് പിന്നീട് അറിയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സെക്ടർ കോൺട്രിബ്യൂഷനിൽ പിന്നീട് അറിയേണ്ട ഒരു ഭാഗം വളരെ സിമ്പിളായിട്ട് നമ്മൾ 7ാം ക്ലാസ് SCERT പഠിച്ചു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആരൊക്കെയാണ് പ്രൈമറിയിലുള്ളത്, ആരൊക്കെയാണ് സെക്കൻഡറിയിലുള്ളത്, ആരൊക്കെയാണ് ടെറിഷറിയിലുള്ളത് എന്ന ഭാഗം എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ചോദിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണുള്ളത്? അതെല്ലാവർക്കും അറിയാമോ? അറിയില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അറിയാമെങ്കിൽ മുന്നോട്ട് പോവാം. ശരി, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ഇതേ വിളിച്ചോ. ദ പ്രൈമറി സെക്ടർ എന്ന് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് നേരിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഏതൊന്നിനെയും പ്രൈമറി സെക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഇനി സെക്കൻഡറി സെക്ടർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സിനെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കുക. ഈ പറയുന്ന മാനുഫാക്ചറിങ് എല്ലാം, വ്യവസായങ്ങളെല്ലാം വരുന്നത് നാച്ചുറൽ റിസോഴ്സിനെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. അവയെല്ലാം എവിടെ വരും? സെക്കൻഡറി സെക്ടറിൽ വരും. അതേസമയത്ത് ടെറിഷറി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും അന്തിമ ഉൽപ്പന്നങ്ങളെ, ഫൈനൽ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിനെ സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തിനു വിളിക്കുക? ടെറിഷറി സെക്ടറിൽ വരിക. മാത്രമല്ല എല്ലാ സേവന പ്രവർത്തനങ്ങളും എല്ലാ സർവീസുകളും ഇതിൽ വരുന്നത് കൊണ്ട് ഈ സെക്ടറിനെ സർവീസ് സെക്ടർ എന്ന് വിളിക്കും. ഏതിനെ? ടെറിഷറി സെക്ടറിനെ. എന്നാൽ സെക്കൻഡറി സെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് വിളിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ബേസിക് ഫാക്റ്റുകളാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രൈമറി സെക്ടറിൽ ചെയ്യുന്ന ജോലിയെ നമ്മൾ റെഡ് കോളർ ജോബ് എന്ന് വിളിക്കാറുണ്ട്. നല്ല മണ്ണും പൊടിയൊക്കെ പറ്റുന്ന ജോലിയാണ്. ഷർട്ടിൻ്റെ കോളറൊക്കെ എന്ത് ചെയ്തു? മണ്ണും പൊടിയൊക്കെ പറ്റി ചുവന്നു. ഓക്കെ, നല്ല പണിയെടുക്കേണ്ട ജോലിയാണ്. അപ്പോൾ റെഡ് കോളർ ജോബാണ്, ഫിസിക്കലി അധ്വാനിക്കുന്ന ജോബാണ്. ഇനി വ്യവസായ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അത്രയും ഇല്ല, അതുകൊണ്ട് നമ്മൾ ബ്ലൂ കോളർ എന്ന് വിളിച്ചു. ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് ഇല്ല, മണ്ണും പൊടിയൊന്നും പറ്റുന്നില്ല, മിക്കവാറും AC-ക്കകത്തൊക്കെ ഇരിക്കുന്ന ജോലിയായിരിക്കും, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനെ പോലെയുള്ള ജോലികളായിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് വിളിക്കും. വൈറ്റ് കോളർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളുകളൊന്ന് നോക്കി വെച്ചേക്കണേ. പ്രൈമറി സെക്ടറിൽ വരുന്നത് നാച്ചുറൽ റിസോഴ്സ് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന അഗ്രികൾച്ചർ, വനപരിപാലനം അല്ലെങ്കിൽ ഫോറസ്ട്രി, അതുപോലെ മത്സ്യബന്ധനം, ഫിഷിങ്, മൈനിങ്, അതുപോലെ ക്വാറിങ്, പാറ പൊട്ടിക്കൽ, അതുപോലെ തന്നെ ഡയറി ഫാം, കന്നുകാലി വളർത്തൽ, അല്ലേ? ഇതെല്ലാം വരുന്നത് എന്തിലാണ്? പ്രൈമറി സെക്ടറിലാണ്. ഇനി സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, എല്ലാവിധ കൺസ്ട്രക്ഷനുകളും എല്ലാവിധ മാനുഫാക്ചറിങ്ങുകളും. ഓക്കെ, ഇപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, റോഡ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഏത് കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാലും, വീട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്തിൽ വരും? സെക്കൻഡറി സെക്ടറിൽ വരും.
കാര്യം ഇതെല്ലാം റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടൊരു ഉൽപ്പന്നം നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ്, ശരിയല്ലേ? അതേപോലെ പോട്ടറി മേക്കിംഗ്, കളിമൺ പാത്ര നിർമ്മാണം. ഇടയ്ക്ക് CPOയ്ക്ക് ചോദിച്ചു പോയൊരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് പേര് കളിമൺ പാത്രം എന്ന് കണ്ടപ്പോൾ പ്രൈമറി കുത്തി. അതെന്തിനാ? കളിമണ്ണല്ലേ അതുകൊണ്ട് പ്രൈമറി? എടാ അല്ല, കളിമൺ പാത്രമാണ് ചോദിച്ചേക്കുന്നത്. കളിമണ്ണ് എടുത്തു വെച്ചാൽ പാത്രമാവില്ല. ഒരാൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പണിയെടുത്ത് അതിനെ പാത്രമാക്കി മാറ്റണം. അവിടെ ഒരു വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ കളിമണ്ണിനെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പാത്രമാക്കി മാറ്റിയെങ്കിൽ ആ പോട്ടറി മേക്കിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറാണ്. ഇനി ടെറിഷറി സെക്ടറിലേക്ക് വരാം. എല്ലാ സർവീസുകളും, സോഷ്യൽ സർവീസ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, ഈ വിധമുള്ള എല്ലാ സർവീസുകളും ടെറിഷറി സെക്ടറിൽ ഉൾപ്പെടുത്തും. ഓക്കെ. അതേസമയത്ത് പ്രൊക്യൂർമെൻറ്റ് പിന്നെ തീർച്ചയായിട്ടും ടെറിഷറിയാണ്. കാര്യം എന്താ? സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊക്യൂർമെൻറ്റ്, സംഭരണം എന്തിൽ വരണം? ടെറിഷറിയിലാണ്. വെയർ ഹൗസിങ് എവിടെ വരും? ടെറിഷറിയിലാണ്. ശരി. ഇനി അതോടൊപ്പം ബിസിനസ്സും ട്രേഡും. ഇവിടെ ഇൻഡസ്ട്രി വേറെ, ബിസിനസ് വേറെ, ട്രേഡ് വേറെ, ശരിയാണ്. അപ്പോൾ ബിസിനസ്സും ട്രേഡിനെയും ടെറിഷറി സെക്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. കച്ചവടം ചെയ്യുന്നു, ഞാൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഓൾറെഡി ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കി വെച്ച മരുന്നിനെ ഞാൻ സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ബിസിനസ്, അല്ലേ? അപ്പോൾ ബിസിനസ്, ട്രേഡ് എല്ലാം എന്തിൽ വരും? ടെറിഷറി സെക്ടറിൽ വരും. സെറ്റാണേ, ഒരു ഡൗട്ടും ഇല്ലേ? അതുപോലെ അടിവരയിട്ട് ഈ സാധനത്തിന് നോക്കി വെച്ചേക്കണേ, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് പരീക്ഷകൾക്ക് ഒരുപാട് പേരെ കുഴക്കിയൊരു ചോദ്യമാണ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏത് സെക്ടറിലാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി സെക്ടറാണ്, സെക്കൻഡറിയാണ്. അതെന്താ അങ്ങനെ? വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ പ്രൈമറി അല്ലേ? അല്ല. അപ്പോൾ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ടെറിഷറി അല്ലേ? അതുമല്ല. പിന്നെന്താ? കാരണം എന്താ? എന്തുകൊണ്ട് സെക്കൻഡറിയിൽ വന്നു? എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളത്തിനെടുത്ത് വെറുതെ കുടിക്കാൻ തരികയല്ല. എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളത്തിനെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കുടിക്കാൻ യോഗ്യമായ മറ്റൊരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുകയാണ്. അത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. സോ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്ലൂഡഡ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ. അടിവരയിട്ട് പഠിച്ചോണേ. അപ്പോൾ ഈ എക്സാമ്പിളുകൾ കൂടി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടുന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ക്വാട്ടേനറി, എന്താണ് ക്യൂനറി എന്ന് ചോദിക്കാം. ക്വാട്ടേനറിയും ക്യൂനറിയും. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് പറഞ്ഞ ടെറിഷറി സെക്ടറിനെ അല്ലെങ്കിൽ സർവീസ് സെക്ടറിനെ, ഈ ടെറിഷറി സെക്ടറിനെ അല്ലെങ്കിൽ സർവീസ് സെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും രണ്ടാക്കാം. അതാണ് ക്വാട്ടേനറിയും ക്യൂനറിയും. ക്വാട്ടേനറി എന്ന് പറയുന്നത് എന്താണ് ക്വാട്ടേനറി, എന്താണ് ക്യൂനറി? ഇവിടെ നമ്മൾ റെഡ് കോളറും ബ്ലൂ കോളറും വൈറ്റ് കോളറും പറഞ്ഞെങ്കിൽ ഇവിടെ ക്യൂനറി ആക്ടിവിറ്റീസ് നമ്മൾ വിളിക്കും ഗോൾഡൻ കോളർ ജോബ് എന്ന് വിളിക്കും. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഗോൾഡൻ കോളർ. അടിപൊളി ജോലികളായിരിക്കും, ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഡിസിഷൻ മേക്കിംഗ് വരുന്ന ജോലികളെയാണ് എന്തിൽ വിളിക്കുക? ഗോൾഡൻ കോളറിൽ വിളിക്കുക. ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഡിസിഷൻ മേക്കിംഗ്, പ്രധാനമന്ത്രി, സംസ്ഥാനത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് ആരാണ്? മുഖ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും, ടോപ്പ് ലെവലുള്ള എക്സിക്യൂട്ടീവുമാര്, അല്ലെ? ഇവരെല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം? ഈ പറയുന്ന പോലെ ആ ടെറിഷറി സെക്ടറിനകത്തുള്ള ക്യൂനറി ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ കോളർ ജോബ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാർ, രാജ്യത്തിൻ്റെ രാഷ്ട്രപതി, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ കമ്പനികളുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന CEO-മാർ, അല്ലേ? അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ശരിയാണ്. സൈലത്തിൽ ഇപ്പോൾ അനന്ത് സാറ് എന്ത് ചെയ്യും? സൈലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന സാറാണ്. അപ്പോൾ സാറ് എന്താണ്? CEO ആണ്. അപ്പോൾ നമുക്ക് പറയാം സാർ എന്ന് പറയുന്നത് ക്യൂനറി ആക്ടിവിറ്റീസ് ആണ്, ഗോൾഡൻ കോളർ ജോബാണ്. ഇനി അതുപോലെ ISRO-യിലേക്ക് ടോപ്പ് ലെവൽ സയൻറ്റിസ്റ്റുമാർ, ജൂനിയർ സയൻറ്റിസ്റ്റുമാർ നമ്മൾ പറയില്ല, ടോപ്പ് ലെവലുള്ള സയൻറ്റിസ്റ്റുമാർ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കേഴ്സ്. നിലവിലുള്ള കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഹൈ ലെവലിലുള്ള ISRO സയൻറ്റിസ്റ്റുമാരെയൊക്കെ, ടോപ്പ് ലെവൽ സയൻറ്റിസ്റ്റുമാരെയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ക്യൂനറി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താം. കമ്പനികളുടെ CEO പോലെയുള്ള ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് അവരും ഇവിടെ വരും. ഇങ്ങനെ ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് വരുന്ന എല്ലാ ജോലികളും വരുന്നത് ക്യൂനറി ആക്ടിവിറ്റീസിലാണ്. ഇനി നമ്മളൊരു ഡേറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. കിട്ടുന്ന ഡേറ്റകളെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പുതിയ ടെക്നോളജിയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതൊക്കെ ടോപ്പ് ലെവൽ ഡിസിഷനാണ്, അല്ലേ? നിലവിലുള്ള ടെക്നോളജിയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുന്നത് എന്തിലാണ്? ക്യൂനറി ആക്ടിവിറ്റീസിലാണ്. അതുകൊണ്ടാണ് ഇവയെ ഗോൾഡൻ കോളർ എന്ന് വിളിക്കുക. അതേസമയത്ത് ടെറിഷറി സെക്ടറിലെ രണ്ടാമത്തെ ആൾ, ടെറിഷറി സെക്ടർ രണ്ടായിട്ട് തിരിച്ചു, അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിലെ നോളജിനെ രണ്ടായിട്ട് തിരിച്ചു, ക്വാട്ടേനറി, ക്യൂനറിയും. ക്യൂനറി ആരാന്ന് പിടികിട്ടി. അപ്പോൾ ആരാണ് ക്വാട്ടേനറി? ക്വാട്ടേനറിയാണ് തൊട്ട് താഴെ വരുന്ന ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു,
നോളജ് സെക്ടറാണ്. പക്ഷേ ഞാൻ പുതുതായിട്ടൊന്നും കണ്ടെത്തുകയോ ഓൾറെഡി ഉള്ള കാര്യത്തിന് ഇവാലുവേറ്റ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ശരിയല്ലേ? എവിടെയെങ്കിലും കാണുന്ന കാര്യങ്ങളെ വായിച്ച് പഠിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്വാട്ടേണറി സെക്ടറിന് വരും എന്ത്, നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത് എന്തിന് വരണം? ക്വാട്ടേണറി സെക്ടറിൽ വരും. ഇനി നമ്മുടെ വീട്ടിൽ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ, ഡേറ്റ കളക്ഷൻ എവിടെ വരും? ക്വാട്ടേണറി സെക്ടറിൽ വരും. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുന്നു. ഈ പോയിന്റ് നോക്കിക്കോണേ, നമ്മൾ റിസർച്ച് ചെയ്യുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇല്ല, അത് ക്വാട്ടേണറി ആണ്. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വെച്ചിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പുതിയ ടെക്നോളജിയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യൂനറി. നമ്മളൊരു PhD എടുക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, എന്തിലേ വരുള്ളൂ? ക്വാട്ടേണറിയിലേ വരുള്ളൂ. അവിടെ ഒരു ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിങ്ങോ ഒരു ടോപ്പ് ലെവൽ ഇന്റർപ്രിട്ടേഷനോ ഒന്നും നടക്കുന്നില്ല. സെറ്റല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നോക്കി വെച്ചേക്കണേ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ എന്തിനാണ് വരുന്നത്? ക്വാട്ടേണറി സെക്ടറാണ്. എല്ലാവർക്കും ഇത്രയും വരെ പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ 1-2 ചോദ്യങ്ങളിലൂടെ നമുക്ക് പാസ് ചെയ്ത് പോകാം. 1-2 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് തരുന്ന നോട്ട്സിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ 1-2 ചോദ്യങ്ങൾ. ഇതിന് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞിടേ. കൺസ്ട്രക്ഷൻ ഈസ് എ പാർട്ട് ഓഫ്. കൺസ്ട്രക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, സർവീസ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? അടിപൊളി, പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടേ. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറിൻ്റെ ഭാഗമാണോ? എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ദ ആക്ടിവിറ്റീസ് ഓർ സർവീസസ് ഫോക്കസ്ഡ് ഓൺ ക്രിയേഷൻ, റീഅറേഞ്ച്മെന്റ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് ഐഡിയാസ് ആർ റെഫേർഡ് ടു അസ്. അപ്പോൾ ഇങ്ങനെയുള്ള നിലവിലുള്ള ഐഡിയകളെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ജോലികൾ എന്തിൽ വരും? ക്വാട്ടേണറി ആണോ, ക്യൂനറി ആണോ, ടെറിഷറി ആണോ, സെക്കൻഡറി ആണോ? ടെറിഷറിക്ക് ഉള്ളിൽ തന്നെയാണ്, പക്ഷേ ഇവിടെ ക്യൂനറി സെപ്പറേറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ആരെ ചൂസ് ചെയ്യണം? ക്യൂനറി ആക്ടിവിറ്റീസിനെ ചൂസ് ചെയ്യണം. സെറ്റല്ലേ? ഓക്കെ. ഇത് NDAക്ക് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, മൂന്നാമത്തൊരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഈ ലെവലിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസുകൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാം അറിയാമെങ്കിൽ ആൻസർ എത്താൻ പറ്റുള്ളൂ. ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ 1-2 അറിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് അടിച്ചേക്കുക. വെറുതെ നെഗറ്റീവ്സ് അടിക്കരുത്. കാര്യം നമുക്ക് 55 മാർക്ക് മതി. പിന്നെ ശരിയാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കുത്തുകയും വേണം. ഇനി ഇവിടെ നോക്കി, സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്തിൽ വരും? സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്, സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്തിലാണ്? ടെറിഷറിയിലാണ് അല്ലേ? അപ്പോൾ എന്തല്ല, അത് പ്രൈമറി അല്ല. അതുകൊണ്ട് 1 തെറ്റാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് ചെയ്ത് എന്നുള്ളതാണ്. അപ്പോൾ 1 തെറ്റായിപ്പോയി. ഡയറി ഫാം പ്രൈമറി, പിന്നെ തീർച്ചയായിട്ടും കന്നുകാലി പരിപാലനം പ്രൈമറി തന്നെയാണ്. ഇനി മിനറൽ എക്സ്പ്ലോറേഷൻ, മൈനിങ് എന്തിന് വരും? മൈനിങ് എന്ന് പറയുന്ന പ്രൈമറിയാണ്. അതും തെറ്റിപ്പോയി. ഇനി വേവിങ് ക്ലോത്ത്, നമ്മൾ പരുത്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ തുണി ഉണ്ടാക്കുന്നു അല്ലേ? അതൊരു വ്യാവസായിക മേഖലയായിട്ട് ചെയ്യുന്ന കാര്യമില്ലേ? വ്യവസായമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? അവിടെ ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഉൽപ്പന്നത്തെ, തുണി എന്നൊരു ഉൽപ്പന്നത്തെ നിർമ്മിച്ചെടുക്കുകയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സെക്കൻഡറി സെക്ടറാണ്. ശരി തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇതിനകത്ത് 2 പെയറുകൾ തെറ്റും, 2 പെയറുകൾ ശരിയുമാണ്. അപ്പോൾ ഹൗ മെനി പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 1 പെയറാണോ? അല്ല, 2 പെയറുകൾ ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേഷൻ നടക്കില്ല. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യുക. സെറ്റ്? ഓക്കെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്ത മോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. എന്താണ് നാഷണൽ ഇൻകം? ഇവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന്, എക്കോണമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രാജ്യത്തിൻ്റെ എക്കോണമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ്, എന്താണ് വ്യത്യാസം? ഓക്കെ. അവിടെ നമുക്ക് ചോദിക്കാം. ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണത്തെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ്. PYQ ആയിരുന്നു, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പറയാം. അടുത്തൊരു ചോദ്യം, വിച്ച് among the following is the best measure to evaluate welfare impact of the economy? എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയറും ഗ്രോത്തും തമ്മിൽ എന്താണ് വ്യത്യാസം, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് നമുക്ക് വേണം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നീട് നാഷണൽ ഇൻകം എന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന ഭാഗമാണ് അല്ലേ? പിന്നീട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്, അതുപോലെ ഡിസ്പോസബിൾ ഇൻകം. ഡിസ്പോസബിൾ ഇൻകം എന്ന ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ശരിയാണ്. പിന്നെയും ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അവിടെ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം, മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, 3 മെത്തേഡുകളുണ്ട്. ആൻഡ് ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും ഭാഗങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. നാഷണൽ ഇൻകത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയത് ആരാണ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കൂടി എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗം അറിയാമെങ്കിൽ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ അഡീഷണലി കൂടുതൽ കാര്യങ്ങളായിട്ട് റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി, ജി ഡി പി ടു ഫ്ലേറ്റ് ഒക്കെ അറിയുകയാണെങ്കിൽ അത്രയും ബെറ്റർ. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇത്രയും നമുക്ക് കിട്ടുമില്ലേ നോക്കാം. ദേ പിടിച്ചോ. നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. നാഷണൽ ഇൻകം എന്ന ഭാഗത്ത് നിന്നുകൊണ്ട് എന്താണ് നാഷണൽ ഇൻകം, നേരെ നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. നാഷണൽ ഇൻകം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു രാജ്യത്തിന്റെ വരുമാനം കൂടുന്നത് എപ്പോഴാണ്? ആഡംസ്മിത്തിന്റെ ലെയ്സേ ഫെയർ തിയറി തന്നെ കണക്ട് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ, എന്താ ലെയ്സേ ഫെയർ? ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു തിയറിയാണ് ലെയ്സേ ഫെയർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കുക, അപ്പോൾ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു തിയറിയാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം. ആഡംസ്മിത്ത് അങ്ങനെ ഒരു തിയറി അവതരിപ്പിച്ച സമയത്ത് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് എക്കോണമി ഫേസ് ചെയ്യുന്ന 3 ഇഷ്യൂസ് ആയിട്ട് നിൽക്കേ, ആ ഇഷ്യൂസുകൾക്കൊക്കെ ഉത്തരം തരുന്നത് രാജ്യത്തെ ഗവൺമെന്റ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാവരിലേക്ക് റിസോഴ്സുകൾ എത്തുന്നില്ല, രാജ്യത്തിന് ആവശ്യമായ റിസോഴ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടം. രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലഘട്ടം. ആഡംസ്മിത്ത് ഒരു ആശയം മുന്നോട്ട് വെച്ചു, ലെയ്സേ ഫെയർ. അദ്ദേഹം പറയാണ്, ഗവൺമെന്റ് അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, പ്രൊഡക്ഷൻ കൂടിക്കോളും. അപ്പോൾ അങ്ങനെയെങ്കിൽ ദേ ഇവിടെ നോക്കാം. ആ ആഡംസ്മിത്ത് പറഞ്ഞതനുസരിച്ചിട്ട് ഗവൺമെന്റ് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ വരും എന്നാണ് ആഡംസ്മിത്ത് പറഞ്ഞത്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനി ഉള്ളിടത്ത സ്ഥലത്ത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ തന്നെ ഒരുപാട് കമ്പനികൾ വരും. അത് എന്തിന് കാരണമാവും? ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിന് കാരണമാവും. നിങ്ങൾക്കാണെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം എന്ത് കിട്ടും? നമ്മൾ കാത്തിരിക്കുന്ന ദിവസം ശമ്പളം കിട്ടും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പർച്ചേസിങ് പവറൊക്കെ കൂടിയെന്നാണ്, നമ്മുടെ കയ്യിലെ പൈസയൊക്കെ കൂടിയെന്നാണ്. ഞാനതിനെ മണി സപ്ലൈ കൂടി എന്ന് വിളിക്കുകയാണ്. മാർക്കറ്റിലെ മണി സപ്ലൈ കൂടി, ആളുകളുടെ കയ്യിലെ പൈസ കൂടി. അപ്പോൾ മണി സപ്ലൈ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിലെ പൈസ കൂടി എന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, മണി സപ്ലൈ ഒക്കെ കൂടി. ഇനി അടുത്തത് മണി സപ്ലൈ കൂടി കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡ് കൂടും. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം മേടിക്കും. ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ കമ്പനി പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ അങ്ങനെയെങ്കിൽ എപ്പോഴാണ് കമ്പനി പ്രൊഡക്ഷൻ കൂട്ടുക? മേടിക്കാൻ ആൾക്കാരുള്ളപ്പോൾ, ശരിയല്ലേ? എപ്പോഴാണ് മേടിക്കാൻ ആൾക്കാരുണ്ടാവുക? ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുമ്പോൾ. എപ്പോഴാണ് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവുക? ജോലി ഉണ്ടാവുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രാജ്യത്ത് ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ആളുകളുടെ വെൽഫെയർ കൂടും എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ രാജ്യത്തെ വെൽഫെയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു കോൺസെപ്റ്റാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. ഒരു രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ മണി വാല്യൂവിനെ നാഷണൽ ഇൻകം എന്ന് വിളിക്കാം. ഈ 3 പോയിന്റ്. ഒരു രാജ്യത്ത് എത്ര നാൾ കൊണ്ടുണ്ടാക്കിയ പ്രൊഡക്ഷൻ, ഒരു സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷം എന്ന് വരെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓക്കെ, ഇന്ത്യയുടെ കാര്യത്തിൽ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ മണി വാല്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം? നാഷണൽ ഇൻകം എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കൂടുമോ കുറയുമോ? എല്ലാവരും വളരെ സിമ്പിൾ. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കൂടും. ഇപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞാലോ നാഷണൽ ഇൻകം കുറയും. പ്രൊഡക്ഷൻ സെയിം ആണെങ്കിലോ നാഷണൽ ഇൻകം സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ നാഷണൽ ഇൻകം കൂട്ടാൻ എന്താ ചെയ്യേണ്ടേ? PSC ഇങ്ങനെ മാറ്റിയും തിരിച്ചും ചോദിക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മുടെ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, നാഷണൽ ഇൻകം കൂട്ടാൻ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂട്ടണം. ഈ കോൺസെപ്റ്റ് സെറ്റല്ലേ? നാഷണൽ ഇൻകം കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടണം? പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓടിച്ച് ഈ ഭാഗത്തിനുള്ളിലൂടെ ഒന്ന് കയറി പോവാം. ദേ നോക്കി, ഇവിടുത്തെ കേസിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രൊഡക്ഷൻ കൂടുന്നതാണ് എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കൂടും. എന്തിൻ്റെ പ്രൊഡക്ഷൻ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ. രാജ്യത്തെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്ത് കൂടിക്കോളും? നാഷണൽ ഇൻകം കൂടിക്കോളും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നോക്കി വെച്ചേക്കണേ. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം കണക്കാക്കിയത് 1867 ദാദാഭായ് നവറോജിയാണ് രാജ്യത്ത് ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് എന്ന് പറയാൻ പറ്റുള്ളൂ. ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ സയന്റിഫിക്കലി ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയത് ഡോക്ടർ VKRV റാവു 1931. തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനിപ്പുറം 1949 PC മഹലനോബിസ് നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു.
നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ PC മഹൽനോബിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിതാവും ആര് തന്നെയാണ്? നമ്മുടെ PC മഹൽനോബിസ് തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണമാണ് സാങ്ക്യ എന്നത് PC മഹൽനോബിസിന്റെ പ്രസിദ്ധീകരണമാണ്. സംഖ്യയല്ല, സാങ്ക്യയാണ്, സാങ്ക്യ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനിപ്പുറം നാഷണൽ ഇൻകം കമ്മിറ്റിക്ക് രൂപീകരിച്ചതിന് ശേഷം CSO എന്ന ഡിപ്പാർട്ട്മെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ജോലി CSO എന്ന ഡിപ്പാർട്ട്മെന്റിനായിരുന്നു, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്നാൽ പിൽക്കാലത്ത് 2019 ഇന്ത്യയിലെ 2 ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ മെർജ് ചെയ്തു. ഈ CSOയെയും NSSOയെയും ഇതിനെ മെർജ് ചെയ്ത് എന്താക്കി മാറ്റി? NSO എന്ന ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ് SCERT ഏറ്റവും പുതിയ SCERT ഇവരുടെയൊക്കെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്, നോക്കി വെച്ചേക്കണം. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഓക്കെ, NSO എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ എന്നാണ് NSO വരുന്നത്? 2019. ആരൊക്കെ മെർജ് ചെയ്ത്? CSOയും NSSOയും മെർജ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? NSO എന്ന ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. നിലവിൽ ആരാണ്? NSOയാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എക്കോണമിക് ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് ഏത്? നമ്മുടെ നാഷണൽ ഇൻകം. അപ്പോൾ അവിടെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യ കാലഘട്ടങ്ങളിൽ നാഷണൽ ഇൻകം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രാജ്യത്തിൻ്റെ വെൽഫെയറും എന്ത് ചെയ്യും? നാഷണൽ ഇൻകം കൂടും എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP GNP എന്നൊക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ വെൽഫെയർ കണ്ടെത്താനുള്ള ഇൻഡിക്കേറ്ററാണ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രാജ്യത്തിൻ്റെ GDP കണ്ടെത്താനുള്ള രാജ്യത്തിൻ്റെ വെൽഫെയർ മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്ററാണ് GDP. ഉറപ്പായിട്ടും GDP കൂടിക്കഴിഞ്ഞാൽ വെൽഫെയർ കൂടാം. തീർച്ചയായിട്ടും GDP കൂടണം, വെൽഫെയർ കൂടണം എന്നുണ്ടെങ്കിൽ എങ്കിലേ ഗവൺമെൻറ്റിൽ പൈസ ഉണ്ടാവുള്ളൂ, ആളുകളുടെ കയ്യിലേക്ക് ആ പൈസ എത്തിക്കാൻ പറ്റുള്ളൂ. സെറ്റല്ലേ? എന്നാൽ പിൽക്കാലത്ത് നാഷണൽ ഇൻകം കൂടിയാലും എല്ലാവരുടെയും വെൽഫെയർ കൂടണമെന്നില്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ചില രാജ്യങ്ങളിൽ നാഷണൽ ഇൻകം ഒക്കെ കൂടിയെങ്കിലും പട്ടിണി കിടക്കുന്നവൻ പട്ടിണി തന്നെ തുടർന്നു. പൈസ ഉണ്ടാക്കുന്നവർ പൈസ ഒരുപാടുണ്ടാക്കി. രാജ്യത്തെ അസമത്വങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് അടുത്തൊരു കോൺസെപ്റ്റ് ഉരുത്തിരിയുന്നത്. എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്? പിന്നീട് വരുന്നത് എക്കോണമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് മനസ്സിലാക്കി വെച്ചേ പറ്റുള്ളൂ. എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നോർമലി പ്രൊഡക്ഷൻ കൂടുന്നതാണ്, നാഷണൽ ഇൻകം കൂടുന്നതാണ്, GDP കൂടുന്നതാണ് എക്കോണമിക് ഗ്രോത്ത്. പക്ഷേ എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ വെൽഫെയർ എല്ലാവരുടെയും കൂടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് രാജ്യത്തിൻ്റെ എക്കോണമിക് ഗ്രോത്ത് കൂടുന്നതിനോടൊപ്പം എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയാൽ നമുക്കതിനെ എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. പിൽക്കാലത്ത് ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സുകൾ എല്ലാ രാജ്യങ്ങളിലും വന്നു തുടങ്ങി അല്ലേ? പുതിയ കണ്ടെത്തലുകൾ വന്നു തുടങ്ങി. അങ്ങനെ എക്കോണമിക് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ വന്നിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇവരൊക്കെ എക്കോണമിക് ഡെവലപ്മെൻറ്റ് കണ്ടെത്താൻ വന്ന ആളുകളാണ്. എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ എക്കോണമിക് ഗ്രോത്ത് കണ്ടെത്തുന്നതിനോടൊപ്പം നാഷണൽ ഇൻകം കൂടുന്നതിനോടൊപ്പം എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. ഇവിടെ സെറ്റാണോ പക്കാ ക്ലിയർ? അങ്ങനെയെങ്കിൽ നിലവിലെ റാങ്ക് കൂടി നോക്കി വെച്ചോ. HDI ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2025 റാങ്ക് അനുസരിച്ച് HDI ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 130ാം സ്ഥാനമാണ്. എത്ര രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇവിടെ 193 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 130ാം സ്ഥാനമാണ്. ഇന്ത്യ ഒരുപാട് പുറകിലാണ് എന്ന് കാണാം. ഓക്കെ, ഇനി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഐസാക്കിക്കൊണ്ട് ഐസ്ലാൻഡാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. എല്ലാവരെയും ഐസാക്കിക്കൊണ്ട് ഐസ്ലാൻഡ് എന്ത് ചെയ്തു? ആദ്യ സ്ഥാനത്തേക്ക് വന്നു. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡ്. ഇനി ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നു. 2026 റിപ്പോർട്ട് വന്നു. 2026 116 6 കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 147 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ എത്ര രാജ്യങ്ങളുടെ കണക്ക് എന്ന് കൂടി നോക്കി വയ്ക്കണം. 147 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 116ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇവിടെയും ഇന്ത്യ ഏറ്റവും പുറകിലാണ്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെ നമ്മളെക്കാൾ മുന്നിലാണെന്ന് കാണാം. പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാളൊക്കെ നമ്മളെക്കാൾ മുന്നിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ആരാണ്? ഫിൻലാൻഡാണ്. തുടർച്ചയായിട്ട് 9ാമത്തെ വർഷമാണ് ഫിൻലാൻഡ് ആദ്യ സ്ഥാനം ഹാപ്പിനെസ് ഇൻഡെക്സിൽ എത്തുന്നത്. അപ്പോൾ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് പിടികിട്ടി?
നാഷണൽ ഇൻകം ഈസ് ദ ബെസ്റ്റ് മെഷർ ടു ഇവാലുവേറ്റ് ദി എക്കോണമിക് ഗ്രോത്ത് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമി ഗ്രോത്ത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ആരെ പറയാം? നാഷണൽ ഇൻകത്തെ പറയാം. നാഷണൽ ഇൻകത്തിനകത്തുള്ള ആൾക്കാരാണ് നാഷണൽ ഇൻകം മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആരൊക്കെ? ഇവിടെ GDP, അതുപോലെ GNP, അതുപോലെ NDP, അതുപോലെ NNP. അറിയാത്തവർ ഇതിൻ്റെ 4 ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കണേ. എന്താണ് GDP എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ, ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ, ഇതിപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ എന്തുമാത്രം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചു, അതാണ് ഇന്ത്യയുടെ GDP. ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല വരിക, ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിലെ ഇന്ത്യക്കാരും വരും, ഇന്ത്യൻ്റെ ടെറിട്ടറിക്കുള്ളിലെ വിദേശ കമ്പനികൾ അല്ലെങ്കിൽ ഫോറിനേഴ്സും വരും. എന്തിനകത്ത്? ഇന്ത്യയുടെ GDPയിൽ. ശരിയല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഇന്ത്യക്കാരും വിദേശികളും എല്ലാവരും കൂടി എത്ര ഉൽപ്പാദിപ്പിച്ചോ അതാണ് എന്ത്? ഇന്ത്യയുടെ GDP. സെറ്റ്. പക്ഷേ ഇവിടെ ആരെ കൂട്ടില്ല? ടെറിട്ടറിക്ക് വെളിയിലുള്ള ആൾക്കാരെ കൂട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ഇന്ത്യക്കാരൻ പുറത്തു പോയി പണിയെടുത്തിട്ട് ഇന്ത്യക്കകത്തേക്ക് പൈസ അയച്ചാലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മളത് ഇന്ത്യയുടെ GDPയിൽ കൺസിഡർ ചെയ്യില്ല. ഇന്ത്യയുടെ GDPയിലില്ല. സെറ്റല്ലേ? ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്ത്യക്കാരൻ്റെ വരുമാനം എന്തിൽ ഉൾപ്പെടുത്താറില്ല? ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്താറില്ല. മറിച്ച് നമ്മുടെ ടെറിട്ടറിക്കുള്ളിലെ വരുമാനം മാത്രമേ എവിടെ കൺസിഡർ ചെയ്യുള്ളൂ? ഇന്ത്യയുടെ GDPയിൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ചോദ്യം, അപ്പോൾ ഇന്ത്യക്കാരൻ മാത്രമല്ലല്ലേ GDPയിൽ വരിക? അല്ല, ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്കാരന് വിദേശികളും വരും. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരനും വരില്ലല്ലേ GDPയിൽ? ഇല്ലടാ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരൻ വരുകയില്ല. അപ്പോൾ ചോദ്യം, ആരാണ് GNP? ഈ പ്രശ്നം മാറ്റാൻ കൊണ്ടുവന്ന ആളാണ് GNP. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനമാണ് ഇന്ത്യയുടെ GNP. എന്താ പോയിന്റ് പറഞ്ഞേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനമാണ് ഇന്ത്യയുടെ GNP. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനമാണ് ഇന്ത്യയുടെ GNP. അതെങ്ങനെ കണ്ടുപിടിക്കും? ദേ പിടിച്ചോ. ഇവിടുത്തെ കേസിൽ ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനം എങ്ങനെ കണ്ടെത്താം? നോക്കി, ഇപ്പോൾ ഇന്ത്യയുടെ GDP എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മൈൻഡ് ഇവിടെ വേണേ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ത്യയുടെ GDP ഒരു 5000 കോടി രൂപയാണ് എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള ഇന്ത്യക്കാരൻ്റെ വരുമാനം ഞാൻ പറയുകയാണ് ഒരു 4500 കോടി രൂപയാണ്. അപ്പോൾ വിദേശികളുടെ വരുമാനം എത്ര ആയിരിക്കും? സ്വാഭാവികം 500 കോടി വിദേശികളുടെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് 1-2 പോയിന്റ് പറയുകയാണ്. ഇന്ത്യയുടെ GDP 5000 കോടി രൂപ. അതിനകത്ത് ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനം 4500 കോടി രൂപ. ഇന്ത്യക്കകത്തേക്ക് ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഈ 4500 ഞാൻ വിട്ടേക്കാണേ. ഞാൻ നിങ്ങളൊരു മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്. GDP 5000 കോടി. ഇനി ഇന്ത്യക്കകത്തുനിന്ന് വിദേശികൾ കൊണ്ടുപോയ പൈസ ഞാൻ പറയുകയാണ് ഒരു 500 കോടി. ഇത് രണ്ട് സെയിം തന്നെ അല്ലേ? 500 കോടി വിദേശികൾ കൊണ്ടുപോയെങ്കിൽ 4500 ഇന്ത്യക്കാരൻ. ഓക്കെ, അത് ഞാൻ പറയുന്നില്ലായിരുന്നു, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വിദേശികൾ 500 കോടി കൊണ്ടുപോയി. ഇനി ഇന്ത്യക്കകത്തേക്ക് ഇന്ത്യക്കാരയച്ച പൈസ ഒരു 1000 കോടി രൂപ എന്ന് വിചാരിക്കുക. എൻ്റെ ചോദ്യം, ഈ ചോദ്യത്തിൽ ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനം എത്ര? എല്ലാവരും ഇരുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെസ്സേജ് അയച്ചേ. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ പടപടപടാ മെസ്സേജ് കുറേ എനിക്ക് കിട്ടി. ശരിയാണ്. ഇവിടെ നോക്കി, ഇന്ത്യയുടെ GDP 5000 കോടിയാണ്, വിദേശികൾ കൊണ്ടുപോയത് 500 കോടിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് എല്ലാവർക്കും കിട്ടും ഇന്ത്യയുടെ GDP 5000 കോടി, ഇവിടുന്ന് വിദേശികൾ കൊണ്ടുപോയത് 500. ആ 500 കുറച്ചു, അല്ലേ? ഇനി ഇന്ത്യക്കകത്തേക്ക് വന്ന പൈസ നമ്മൾ കൂട്ടി 1000 കോടി. ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് ഞാൻ നോട്ട് ചെയ്ത് എഴുതുകയാണ്. 5000 + 1000 ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയത് 500. ഇങ്ങനെയാണ് എല്ലാവരും നിങ്ങൾ അയച്ച മെസ്സേജുകളിൽ 5500 കോടി എന്ന് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ എഴുതിയിട്ടാണ്. എന്തിനാണോ നിങ്ങൾ 1000 കൂട്ടുകയും 500 കുറയ്ക്കുകയും ചെയ്തത്? ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കോൺസെപ്റ്റ് കിട്ടി. 1000 കൂട്ടുകയും 500 നിങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. എന്തിന്? ഇന്ത്യക്കാരനെ മാത്രം കണ്ടുപിടിക്കാൻ. അതിനെന്തിനാ 1000 കൂട്ടിയത്? 1000 കോടി ഇങ്ങോട്ട് അയച്ചത് ഇന്ത്യക്കാരാണ്. ആ ഇങ്ങോട്ട് അയച്ചതിന് 1000 കോടി കൂട്ടി. പിന്നെ എന്തിന് നിങ്ങൾ 500 കോടി കുറച്ചു? 500 കോടി കൊണ്ടുപോയത് ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സിനെ കളഞ്ഞു.
ശരിയല്ലേ? അപ്പൊ ഇന്ത്യക്കാരന്റെ മാത്രം വരുമാനം കിട്ടി. 5000 കോടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 500 കുറച്ചപ്പോൾ 4500 കോടി ഇന്ത്യക്കാരന്റെ മാത്രം കിട്ടി. ഇന്ത്യയിലേക്ക് വന്ന 1000 കോടി കൂടെ കൂട്ടിയപ്പോൾ ഇന്ത്യക്കാരന്റെ മാത്രം വരുമാനം കിട്ടിയില്ലേ? എങ്കിൽ ഇത് തന്നെയാണ് എന്ത്? രാജ്യത്തിന്റെ GNP. ഇവിടെ നിന്നുകൊണ്ട് GNP ഇക്വേഷൻ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. GNP ഈസ് ഈക്വൽ ടു രാജ്യത്തിന് 5000 കോടിക്ക് പകരം GDP എന്ന് എഴുതുകയാണ്. പ്ലസ് ഇന്ത്യക്ക് അകത്തേക്ക് വന്ന വരുമാനത്തെ ഞാൻ ഇങ്ങനെ എഴുതി 1000 കോടിക്ക് പകരം ഇങ്ങനെ എഴുതുകയാണ്. ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെയെങ്കിൽ 500 കോടി പുറത്തേക്ക് പോയില്ലേ? അതിനെ ഞാൻ എഴുതുകയാണ് ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ് GDP പ്ലസ്. ഇത്രയും വലിച്ചു വാരി എഴുതുന്നതിന് പകരം ഇവിടെ ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പുതിയൊരു പേര് വിളിക്കുകയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അല്ലെങ്കിൽ NFIA. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വയ്ക്കണം, കാണാതെ പഠിച്ചു വയ്ക്കണം. GDPയോടൊപ്പം NFIA കൂട്ടിക്കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ കിട്ടും? GNP കിട്ടും. അപ്പോൾ GDPയോടൊപ്പം NFIA കൂട്ടിയാൽ ആരെ കിട്ടും? GNP കിട്ടും. GDP പ്ലസ് NFIA is equal to GNP. GDP പ്ലസ് NFIA is equal to GNP. സെറ്റാണ്. NFIയുടെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്ര ഈ ഔട്ടറിൽ നിന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് GNP എന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നത്. ഇത് മതി എക്സാമിന്. GNP is equal to GDP പ്ലസ് NFIA. GNP is equal to GDP പ്ലസ് NFIA. എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്കത് മനസ്സിലായോ എന്നറിയാം. നിങ്ങളോടുള്ള ചോദ്യം, GDP ആണോ GNP ആണോ മോർ ആക്യുറേറ്റ്? ഇതിലാരാണ് മോർ ആക്യുറേറ്റ്? തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് പറയാം GNP ആണ് മോർ ആക്യുറേറ്റ്. വൈ? ഇത് ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ GDPയേക്കാൾ കുറച്ചുകൂടി നല്ല മെഷർ GNP ആണെന്ന് പറയാം. ഇനി നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ക്യാപിറ്റലൊക്കെ ഉപയോഗിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും, അല്ലേ? തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചിലവ് കൂടി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. നമ്മളാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക്, നമ്മൾ ഉപയോഗിച്ച ബൈക്ക് വിറ്റ് കഴിയുമ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ബൈക്കാണെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ 2 ലക്ഷം രൂപ കിട്ടാറില്ല, അല്ലേ? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയും. കാര്യം എന്താ? ഡിപ്രീസിയേഷൻ സംഭവിച്ചു, അല്ലേ? അതിൻ്റെ ഉപയോഗം കാരണം എന്ത് ചെയ്തു? അതിന് തേയ്മാനം സംഭവിച്ചു. ഇതുപോലെ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഉപയോഗിക്കുന്ന ക്യാപിറ്റലുകൾക്ക് തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് NNP. 3 ഇക്വേഷനായേ. GNP is equal to GDP പ്ലസ് NFIA. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ ആരെ കിട്ടും? NNP കിട്ടും. ഈ ഇക്വേഷൻ ഞാൻ ഒന്നും എഴുതുകയാണ്. എല്ലാവരും ഇത് ഇവിടുന്ന് പഠിക്കണേ. ഫസ്റ്റ് ഇക്വേഷൻ GNP is equal to GDP പ്ലസ് NFIA. NFIA is equal to ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സെറ്റാണ്. NFIA is equal to ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? NNP. NNP is equal to GNP മൈനസ് ഡിപ്രീസിയേഷൻ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ശരി. അങ്ങനെയെങ്കിൽ എവിടെ N കണ്ടു കഴിഞ്ഞാലും തുടക്കത്തിലെ Nൻ്റെ അർത്ഥം നെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നടുക്കത്തെ Nൻ്റെ അർത്ഥം നാഷണൽ എന്നാണ്. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് NNPയുടെ ഫുൾ ഫോം. ആ NNPയുടെ ഇക്വേഷൻ GNP മൈനസ് ഡിപ്രീസിയേഷൻ. മറക്കില്ലല്ലോ. തുടക്കത്തിൽ നെറ്റ് കണ്ടാൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഇക്വേഷനിലെ തുടക്കത്തിൽ N ഉണ്ടെങ്കിൽ എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. എവിടെ നിന്ന് കുറയ്ക്കണം? ആ N കളഞ്ഞിട്ട് G ഇട്ട് കൊടുക്കണം. NNP is equal to GNP മൈനസ് ഡിപ്രീസിയേഷൻ. അങ്ങനെയെങ്കിൽ NDPയുടെ ഇക്വേഷൻ എന്തായിരിക്കും? സിമ്പിളാണല്ലോ. തുടക്കത്തിൽ N ആണ്, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എവിടെ നിന്ന് കുറയ്ക്കണം? NDPയിൽ N കളഞ്ഞിട്ട് അവിടെ എന്തിട്ട് കൊടുക്കുക? G ഇട്ട് കൊടുക്കുക. GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഈ 4 ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. സെറ്റല്ലേ? GNP is equal to GDP plus NFIA. NFIA is equal to income from rest of the world minus income to the rest of the world. അതുപോലെ NNP is equal to GNP minus depreciation. NDP is equal to GDP minus depreciation. ഇനി ഇവിടുന്ന് 2 ആൾക്കാരെ കൂടി ഓർത്തിരിക്കണം. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. FCയും അതുപോലെ MPയും. ഈ 4 ഇക്വേഷൻ എല്ലാവരും പഠിച്ചെന്ന വിശ്വാസത്തിൽ എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് ഞാൻ പറയാണ്. ഞാൻ പറയുന്നത് ഇത്രയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ അവസാനം എളുപ്പവഴിയിലേക്ക് നമ്മൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം? എന്താണ് ഫാക്ടർ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്, ജസ്റ്റ് നോക്കി വെച്ചോ. ഫാക്ടർ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളം ഘടക ചെലവ് എന്ന് പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനവും ഉൽപ്പാദിപ്പിക്കാൻ മിനിമം 4 ഫാക്ടറുകൾ വേണം. ആരൊക്കെയാ? 1 ലാൻഡ്, 2 ലേബർ, 3 ആരാ? ക്യാപിറ്റൽ. 4-മത്തെ ആൾ ആരാ? 4-മത്തെ ആള് ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഇല്ലേ? ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മിനിമം ഏതൊരു സാധനവും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യണമെങ്കിൽ പോലും ലാൻഡ് വേണം, അതിൽ പണിയെടുക്കാൻ തൊഴിലാളികൾ വേണം, അല്ലേ? ഉപയോഗിക്കാനുള്ള ക്യാപിറ്റൽ വേണം, മൺവെട്ടി സാധനങ്ങളും എല്ലാം വേണം, അല്ലെ? ട്രാക്ടർ കാര്യങ്ങളൊക്കെ വേണം. ഇനി അതുപോലെ നോക്കി നടത്താൻ ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘാടകനും വേണം. അപ്പം അങ്ങനെ കൃഷി ചെയ്യാം. സെയിം അതുപോലെയാണ് നമ്മൾ ഏതൊരു ഉൽപ്പാദന പ്രക്രിയയിലും മിനിമം 4 ആൾക്കാരുണ്ടെങ്കിൽ ഏതൊരു സാധനം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ഫാക്ടറികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വരുമാനം കിട്ടും. ഫാക്ടറീസ് പ്രൊഡക്ഷൻ രീതിയിൽ ലാൻഡിൻ്റെ പ്രതിഫലം റെൻ്റാണ്. ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് റെൻ്റാണ്, റെൻ്റ്. ഓക്കെ, ലേബറിന് എന്താ കിട്ടുക? ലേബറിന് വേജ് കിട്ടും. ക്യാപിറ്റലിന് എന്താ കിട്ടുക? ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് കിട്ടും? ഓർഗനൈസേഷന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ലാഭമാണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രതിഫലം എത്ര? ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ആണ്. സെറ്റല്ലേ? അപ്പോൾ എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫാക്ടർ കോസ്റ്റ്? ദേ പിടിച്ചോ. ഫാക്ടർ കോസ്റ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 4 ഫാക്ടേഴ്സിനോട് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റിനെയാണ് ഈ 4 ഫാക്ടറിന് കൊടുക്കേണ്ടി വരുന്ന വരുമാനത്തിൻ്റെ ആകെത്തുക. അതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാറിൻ്റെ പുറത്ത് നിങ്ങളൊരു കാർ മേടിക്കാൻ പോയപ്പോൾ ആ ഒരു കാർ ഉണ്ടാക്കാൻ കാറിൻ്റെ പുറത്ത് ലാൻഡിന് കൊടുക്കേണ്ടി വന്ന കോസ്റ്റ് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോളൂ. ലേബറിന് ഒരു കാറിൻ്റെ പുറത്ത് എല്ലാ ലേബറിനും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു 3 ലക്ഷം രൂപ കൊടുക്കുമെന്ന് വിചാരിച്ചോ. ക്യാപിറ്റലിന് എല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് വിചാരിച്ചോ. ഇനി ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കാറിൻ്റെ പുറത്ത് ഒരു 3 ലക്ഷം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫാക്ടർ കോസ്റ്റ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. റെൻറ്റ് ഞാൻ 6 എന്ന് എഴുതുകയാണ്, 6 പ്ലസ് ലേബറിൻ്റെ വേജ് W പ്ലസ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് പ്ലസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. എങ്കിൽ എത്രയാണ് ഇവിടുത്തെ ഫാക്ടർ കോസ്റ്റ്? 2 ലക്ഷം പ്ലസ് 3 ലക്ഷം പ്ലസ് 2 ലക്ഷം പ്ലസ് 3 ലക്ഷം. എത്ര കിട്ടി? 3 2 5 5 10 കിട്ടി, അല്ലേ? 3 2 5 2 7 3 10. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് ഇവിടുത്തെ ഫാക്ടർ കോസ്റ്റ്. ശരിയല്ലേ? 10 ലക്ഷം. സെറ്റാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഷോറൂമിൽ നിങ്ങൾ ഈ കാർ മേടിക്കാൻ പോയി. ജോലിയൊക്കെ കിട്ടിയപ്പോൾ കയ്യിൽ നല്ല പൈസയുണ്ട്. ഷോറൂമിൽ പോയി ഈ കാർ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഫാക്ടർ കോസ്റ്റിൽ 10 ലക്ഷത്തിൽ നിങ്ങൾക്ക് ഈ കാർ മേടിക്കാൻ പറ്റുമോ? ഇല്ലടേ. കാര്യം എന്താ? നിങ്ങൾ ടാക്സും കൂടി കൊടുക്കണം. എങ്കിൽ കാർ മേടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ദേ ഇവിടുന്ന് 10 ലക്ഷം രൂപയുടെ കാറിനോടൊപ്പം നിങ്ങളിപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നത് ഒരു 2 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോളൂ. ഇൻഡയറക്റ്റ് ടാക്സ് 2 ലക്ഷം. ഈ കാർ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് ഒരു 12 ലക്ഷം രൂപയ്ക്ക് ഈ കാർ നിങ്ങൾക്ക് മേടിക്കാം. ശരിയാണ്. അപ്പോഴാണ് ഗവൺമെൻറ് രംഗത്ത് വരുന്നത്. നിങ്ങളെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് 1 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ കൊള്ളാമല്ലോ, അടിപൊളി. കാർ മേടിക്കാൻ ചെന്നപ്പോഴാണ് ഗവൺമെൻറ് പറയുന്നത് കാർ മേടിക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ സബ്സിഡി. കൊള്ളാം, അടിപൊളി. അങ്ങനെയെങ്കിൽ ഈ കാർ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാം? കാർ 11 ലക്ഷത്തിന് മേടിക്കാം. എങ്ങനെ കിട്ടി 11 ലക്ഷം? നിങ്ങൾ കിട്ടിയ 11 ലക്ഷം ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ കാറ് മേടിച്ചത് 11 ലക്ഷത്തിന്. എങ്ങനെ കിട്ടി? ഇവിടെ 10 ലക്ഷമായിരുന്നു ഫാക്ടർ കോസ്റ്റ്. അതിൻ്റെ കൂടെ നിങ്ങൾ അടയ്ക്കേണ്ടി വന്ന ടാക്സ് 2 ലക്ഷം. അപ്പോഴാണ് ഗവൺമെൻറ് രംഗത്ത് വന്ന് 1 ലക്ഷം സബ്സിഡി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ 10 എന്ന് പറയുന്ന ഫാക്ടർ കോസ്റ്റ്, 2 ലക്ഷം നിങ്ങൾ അടയ്ക്കേണ്ട ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് 1 ലക്ഷം എന്ന് പറയുന്ന സബ്സിഡി. ശരിയല്ലേ? ഞാനല്ല നിങ്ങളോട് പറഞ്ഞത് 1 ലക്ഷം കുറയ്ക്കാൻ. നിങ്ങളുടെ ലോജിക്ക് ആലോചിച്ചാണ് നിങ്ങൾ 1 ലക്ഷം കുറച്ചത്. നിങ്ങൾ എന്തിന് 2 കൂട്ടി? നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് ആണ് 2 ലക്ഷം. ശരിക്കും നിങ്ങൾ പറഞ്ഞത് 2 ഇക്വേഷനാണ്. വീണ്ടും അടുത്ത ഇക്വേഷൻ MB=FC പ്ലസ് IT മൈനസ് സബ്സിഡിയെ നിങ്ങൾ കൊടുക്കേണ്ട നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ MB=FC പ്ലസ് NIT, MB=FC പ്ലസ് NIT. സെറ്റാണോ? MB=FC പ്ലസ് NIT, MB=FC പ്ലസ് NIT, MB=FC പ്ലസ് NIT. സെറ്റാണ്. ഇത്ര ഇക്വേഷൻ കിട്ടിയോ? പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഫാക്ടർ കോസ്റ്റ് 5000 ആണ്. ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 200 രൂപയാണ്.
അങ്ങനെയെങ്കിൽ ഈ സാധനത്തിൻ്റെ മാർക്കറ്റ് വില എത്ര? സിമ്പിൾ, 5000 ഫാക്ടർ കോസ്റ്റ്, 200 എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അങ്ങനെയെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5200. ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കിട്ടാം. ഇനി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ നോക്കിയോണേ. ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വരികയാണ്. ഇതുവരെ പഠിച്ച സാധനത്തിന് എല്ലാത്തിനെയും കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാർക്കറ്റ് പ്രൈസ്? MBC = FC + NIT. ഓക്കെ, ഇനി എന്താണ് NIT? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് എന്ത് NIT, അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കിയേ. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ 4 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ലേ? GDP, GNP, NDP, NNP അല്ലേ? GDP, GNP, NDP, NNP ഇതായിരുന്നു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 4 ഈ പറയുന്ന നാഷണൽ ഇൻകത്തിൻ്റെ 4 എന്താണ് ഇൻഡിക്കേറ്റേഴ്സുകൾ. ഈ നാഷണൽ ഇൻകം മനസ്സിലാക്കാനുള്ള 4 ആൾക്കാർ: GDP, GNP, NDP, NNP. ഇതിൽ ഏറ്റവും ആക്കുറേറ്റ് ആരാ? GDPയേക്കാൾ ആക്കുറേറ്റ് ആണ് GNP. കാര്യം എന്താ? ഇന്ത്യക്കാരൻ്റെ മാത്രം വരുമാനമായി. അപ്പോൾ GNP ആണോ NNP ആണോ ആക്കുറേറ്റ്? NNP. വൈ? NNP എന്ന് പറയുന്നത് എന്തും കൂടി കുറച്ചതാണ്. NNP എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്തും കൂടി കുറച്ചു. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ കിട്ടിയതാണ് NNP. അങ്ങനെയെങ്കിൽ NNP ഈസ് മോർ ആക്കുറേറ്റ് ദാൻ GNP. സെറ്റല്ലേ? അതുകൊണ്ടാണ് 9ാം ക്ലാസ് SCRTയിൽ ഇങ്ങനൊരു പോയിന്റ് ഉള്ളത്. സയൻറ്റിഫിക്കലി NNP ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ ഇൻകം. പക്ഷേ ഇവിടെ അടുത്തൊരു ചോദ്യമുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ വില 2 രീതിയിൽ പറയാം. ഫാക്ടർ കോസ്റ്റിലും പറയാം, മാർക്കറ്റ് പ്രൈസിലും പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാഷണൽ ഇൻകം മനസ്സിലാക്കാനായിട്ട് GDPയിലേക്ക് വരുമ്പോൾ GDP 2 രീതിയിൽ പറയാം. GDP ഫാക്ടർ കോസ്റ്റിലും പറയാം, GDP മാർക്കറ്റ് പ്രൈസിലും പറയാം. സെയിം GNPയും ഫാക്ടർ കോസ്റ്റിലും പറയാം, മാർക്കറ്റ് പ്രൈസിലും പറയാം. NDPയും ഫാക്ടർ കോസ്റ്റിലും പറയാം, മാർക്കറ്റ് പ്രൈസിലും പറയാം. NNPയും ഫാക്ടർ കോസ്റ്റിലും പറയാം, മാർക്കറ്റ് പ്രൈസിലും പറയാം. ഇവിടുന്നാണ് കഴിഞ്ഞ പ്രിലിംസിന് ക്വസ്റ്റ്യൻ വന്നത്. NNP FC ആണോ NNP MP ആണോ മോർ ആക്കുറേറ്റ്? NNP FC ഈസ് മോർ ആക്കുറേറ്റ് ദാൻ NNP MP. വൈ? റീസൺ എന്ന് പറയുന്നത് NNP FC നോക്കുന്ന സമയത്ത് ഇവിടെ എന്തില്ല, ഇവിടുത്തെ കേസിൽ ടാക്സുകളൊന്നും ഇൻക്ലൂഡഡ് അല്ല, അല്ലേ? ഇൻഡയറക്റ്റ് ടാക്സുകളൊന്നും NNP FCയിൽ ഇൻക്ലൂഡഡ് അല്ല. NNP FC എന്ന് പറയുന്ന ഫാക്ടർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് മാർക്കറ്റ് പ്രൈസ് എടുത്താലുള്ള പ്രശ്നം എന്താ? ഗവൺമെൻറ് ചുമ്മാ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ 10 രൂപയുടെ സാധനത്തിനകത്ത് 2 രൂപയായിരുന്നു ടാക്സ്. ഇത് 5 രൂപ ആക്കി കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ നോക്കുമ്പോൾ 17 എന്ന് കിട്ടും, അല്ലേ? ഇങ്ങനെ ടോട്ടൽ മണി വാല്യൂ നോക്കുമ്പോൾ കൂടുതൽ വിലയിലേക്ക് എന്ത് ചെയ്യും? സാധനത്തിൻ്റെ വില പോവും. നമ്മൾ വിചാരിക്കും നാഷണൽ ഇൻകം കൂടി. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടർ കോസ്റ്റിൽ തന്നെയാണ് എന്ത് പറയുക? നാഷണൽ ഇൻകം പറയുക. സോ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്തിനാണ്? NNP FC ആണ് നാഷണൽ ഇൻകം. ഓക്കെ, സയൻറ്റിഫിക്കലി NNP FC ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ ഇൻകം. പഠിച്ചില്ലേ എല്ലാവരും? ഓക്കെ, സയൻറ്റിഫിക്കലി NNP FC ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ ഇൻകം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? മാർക്കറ്റ് പ്രൈസിലാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലാണ് ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വലിയ ഇക്വേഷൻസുകളുണ്ട്. ഇതുമാതിരിയുള്ള ഇക്വേഷൻസൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അതിൻ്റെ എളുപ്പ വഴി ഞാനൊന്ന് പറഞ്ഞുതരാം. ദേ പിടിച്ചോ. ഇതിൻ്റെ എളുപ്പ വഴിയിലേക്ക് നമുക്ക് പോവാം. ദേ നോക്കടാ, 3 കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വളരെ എളുപ്പമാക്കാം. ദേ പിടിച്ചോ. ഫസ്റ്റ്, ഒന്നാമത്തത് GNPയുടെ ഇക്വേഷൻ എന്തായിരുന്നു? GNPയുടെ ഇക്വേഷൻ GDP + NFIA എന്ന് വെച്ചാൽ അർത്ഥം എന്താ? GDPയോടൊപ്പം NFIA കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? GNP കിട്ടും. ഒരു പ്രശ്നമില്ലല്ലോ. ഈ ജിയുടെ എക്സ്പാൻഷൻ എന്താ? GDPയുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ GNPയോ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നടുക്ക് N വന്നാൽ നാഷണൽ. അങ്ങനെയെങ്കിൽ ഒരേപോലുള്ളതിനെ വെട്ടിക്കളയാം. ഗ്രോസും പോയി, പിയും പോയി. ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അടിവരായിട്ട് പഠിച്ചു വെച്ചോ. ഡിയുടെ അർത്ഥം ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA എന്ന് പഠിച്ചു വയ്ക്കുക. ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA അടിവരായിട്ട് പഠിച്ചോ. ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ. ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA. പഠിച്ചോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടിവരായിട്ട് പഠിച്ചോണം. ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് അടുത്ത ആളിനെ നോക്കി വെച്ചോ. NNPയുടെ ഇക്വേഷൻ എന്തായിരുന്നു?
GNP മൈനസ് ഡിപ്രീസിയേഷൻ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ആരെ കിട്ടും? NNP കിട്ടും. ഇവിടെ നേരത്തെ പോലെ ഒരേപോലുള്ളവനെ വെട്ടിക്കളയാം. നാഷണലും പോയി, പ്രൊഡക്റ്റും പോയി. ജിയുടെ അർത്ഥം ഗ്രോസ്, എന്നിന്റെ അർത്ഥം നെറ്റ്. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. ദേ പഠിച്ചു വെച്ചോ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. 2 സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചില്ലേടാ? ഈ 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ മൊത്തം സിമ്പിൾ ആവും. ഒന്നുകൂടെ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. പഠിച്ചോ. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. സെറ്റാണോ? എങ്കിൽ ഇത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. FCNB ആക്കാൻ എന്ത് ചെയ്യണം? FCയോടൊപ്പം NIT കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ MB കിട്ടും. ഇവിടെ വെട്ടിക്കളയാനൊന്നുമില്ല അല്ലേ? MBയുടെ ഇക്വേഷൻ FC പ്ലസ് NIT എന്നാണ്. MB = FC പ്ലസ് NIT. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം? അതും അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കാൻ എന്ത് ചെയ്യണം? പ്ലസ് NIT. FCNB ആക്കാൻ പ്ലസ് NIT. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് വരാം. എങ്ങനെയെന്നുള്ള എളുപ്പ വഴി പറയാം. ഇത് 3 പഠിച്ചോ ഇല്ല? ഒന്നുകൂടെ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFI. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പിടിച്ചോണേ. ഇതറിയാതെ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഇത്രയൊന്ന് പഠിച്ചു വയ്ക്കുക. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. ഈ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻ ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് പഠിച്ചാൽ മതി. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, FCNB ആക്കാൻ പ്ലസ് NIT. പഠിച്ചോ? ഒന്നുകൂടെ ചോദിക്കട്ടെ. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, FCNB ആക്കാൻ പ്ലസ് NIT. അപ്പോൾ തിരിച്ചു ചോദിച്ചാലോ? FCNB ആക്കാൻ പ്ലസ് NIT ആണെങ്കിൽ തിരിച്ച് MBFC ആക്കാൻ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ്, മൈനസ് NIT. ഓക്കെ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ തിരിച്ച് നെറ്റിനെ ഗ്രോസ് ആക്കാൻ എന്ത് ചെയ്യണം? പ്ലസ് ഡിപ്രീസിയേഷൻ. ഓർത്തൂടെ? ശരി, ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. തിരിച്ചു ചോദിച്ചാൽ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA, FCA MB ആക്കാൻ പ്ലസ് NIT. സെറ്റാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരത്തിലേക്ക് എത്താം. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, NNB MBയുടെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള ആൾക്കാർ എന്താ നോക്കുക? ഇപ്പുറത്തുള്ള ആൾക്കാർ GDP FC ഒക്കെയാണുള്ളത്. നമുക്ക് ഇതിനിങ്ങനെ അങ്ങോട്ട് എഴുതി വയ്ക്കുക, GDP FC. ഓക്കെ, എന്തിൻ്റെ ഇക്വേഷനാണ് വേണ്ടുന്നത്? ഏതിൻ്റെ ഇക്വേഷനാണോ വേണ്ടുന്നത്? നമ്മൾ നോർമലി എഴുതുന്നതിന് പകരം ആ വേണ്ടുന്ന ഇക്വേഷന് ഇപ്പുറത്ത് വലത് സൈഡിൽ ഇടുക. NNP MB. പ്രശ്നമൊന്നുമില്ലല്ലോ. വേണ്ടുന്ന ഇക്വേഷൻ ഇതില്ല, NNP MBയുടെ ഇക്വേഷനാണ് വേണ്ടത്. അതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി ഓരോ ലെറ്ററായിട്ട് നോക്കിയാൽ മതി. ജിയുടെ അർത്ഥം എന്താ? ഗ്രോസ്. ഈ എന്നിൻ്റെ അർത്ഥം എന്താ? തുടക്കത്തിൽ N വന്നാൽ നെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് നെറ്റ് ആവണം. ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. സിമ്പിൾ അല്ലേ? ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. അടുത്തത് ഇവിടെ ഡൊമസ്റ്റിക് അല്ലേ? ഇപ്പുറത്തെന്താ? നാഷണൽ. സമത്തിനപ്പുറത്ത് നാഷണലാണ്. സമത്തിനപ്പുറം എന്താണോ ഉള്ളത്, ഒറ്റയ്ക്ക് കിടക്കുന്നവൻ ആരാണോ അവനിലേക്കാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ സമത്തിനപ്പുറം ഒറ്റയ്ക്ക് കിടക്കുന്ന നാഷണൽ. അപ്പോൾ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ, ഡൊമസ്റ്റിക്കിനെ DAN ആക്കാൻ, ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ പ്ലസ് NFIA. അങ്ങനെ അങ്ങ് എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് സെയിം ആണ്, വെറുതെ വിടുക. ഇവിടെ ഫാക്ടർ കോസ്റ്റ്, ഇപ്പുറത്ത് മാർക്കറ്റ് പ്രൈസ്. FCA MB ആക്കാൻ എന്ത് ചെയ്യണം? അതുപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുക, FCA MB ആക്കാൻ പ്ലസ് NIT. കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഈ ഇക്വേഷനുകളൊന്നും ഇരുന്ന് കാണാൻ പഠിച്ചു വയ്ക്കരുത്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസുകളും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ NNP MBയുടെ ഇക്വേഷനാണ് വേണ്ടത്. ഇവിടുന്ന് ഇത്രയും വരെ എഴുതി നിൽക്കാനൊന്നും പരീക്ഷ അവൾ നിൽക്കണ്ട. ഇവിടുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. NNP MB GDP FC. ഓക്കെ, ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ ഇല്ലാത്തവനെ വെട്ടിക്കളയുക. ഓക്കെ, ഇനി അടുത്തത് ഡൊമസ്റ്റിക് നാഷണൽ പ്ലസ് NFIA FCA MB ആവണം. ഓക്കെ, FCMB ആവാൻ എന്ത് ചെയ്യണം? പ്ലസ് NIT.
പ്ലസ് NIT ഇല്ലാത്തവനെ വെട്ടിക്കളഞ്ഞു. ആൻസർ കിട്ടി. GDPFC മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് NFIA പ്ലസ് NIT ഈക്വൽ ടു NNBMB. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷനും കാണാൻ പഠിക്കരുത്. സെറ്റാണോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. ഇവിടെ GNBFC NNBMBയുടെ ഇക്വേഷൻ എനിക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ. സിമ്പിൾ. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ. നാഷണൽ സെയിം ആണ്, വെറുതെ വിട്ടു. FCയെ NP ആക്കാൻ എന്താണ്? പ്ലസ് NIT. കിട്ടുന്നില്ലേ? GNBFC മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT ഈക്വൽ ടു NNPMP. കിട്ടുന്നുണ്ടോ? ഇനി അടുത്ത ചോദ്യം. അങ്ങനെയെങ്കിൽ NNBFCയുടെ ഇക്വേഷൻ വേണം. എൻ്റെ ഉള്ളത് GDPMP ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നേ. സെയിം. ഗ്രോസിനെ നെറ്റാക്കാൻ മൈനസ് ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ പ്ലസ് NFIA അല്ലേ? ഇവിടെ ആക്കേണ്ടത് MPFC ആക്കണം. FCMB ആക്കാൻ പ്ലസ് NIT, തിരിച്ചാക്കണമെങ്കിൽ മൈനസ് NIT. സെറ്റാണ്. ഇതുപോലെ ഏത് ഇക്വേഷൻ ചോദിച്ചാലും ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ NNBFCയുടെ ഇക്വേഷൻ വേണം. ഓക്കെ, NNPMP. ശരി, ഇവിടെ ഏതാ ലെറ്ററിലെ വ്യത്യാസമുള്ളത്? MBയും FCയും. ഈക്വൽ സൈൻ അപ്പുറത്ത് ഒറ്റയ്ക്കാരാ FCയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എങ്കിൽ MBFC ആക്കാൻ എന്ത് ചെയ്യണം? മൈനസ് NIT. കിട്ടുന്നില്ലേ? ആര് ഇക്വേഷൻ കിട്ടി? NNBFCയുടെ ഇക്വേഷൻ കിട്ടി. NNBFC ഈക്വൽ ടു NNPMP മൈനസ് NIT. PYQ ആയിരുന്നു. സെറ്റാണോ? ശരി, അപ്പോൾ ഹാപ്പിയാണ്. ഇതിൻ്റെ ഒരു എളുപ്പ വഴി എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ. NNBFC ആണ് നമ്മൾ എന്ത് വിളിക്കുക? NNBFC ആണ് നാഷണൽ ഇൻകം. NNBFC ആണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. ഒരു ഡൗട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In the estimation of national income, which of the following item will be subtracted from NNB at market price? നാഷണൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻ വേണം. ആരാണ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNBFC ആണ്. ഈ ഇക്വേഷനാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ NNPMPയിൽ നിന്ന് ആരെ കുറയ്ക്കണം? MBFC ആക്കാൻ മൈനസ് NIT. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNBFC ആണ്. നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു NNPMP മൈനസ് NIT മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എല്ലാവരും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത കുറച്ച് ആൾക്കാരെ കൂടി ഒന്ന് നോക്കി വേണം. ഇവിടുന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2023 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും പേര് പഠിക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് എന്ത് ചെയ്യും? പല ഡിസ്പോസിബിൾ ഇൻകം, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന കാണാറുണ്ട്. എടാ പൊന്നു മോനെ, സ്കിപ്പ് ചെയ്യരുത്. പാടുള്ളത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, പാടുള്ളതും പഠിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ആരാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്, ആരാണ് ഡിസ്പോസിബിൾ ഇൻകം? പിടിച്ചോ, 5 മിനിറ്റ് നമുക്കിപ്പോൾ പഠിച്ചു വയ്ക്കാം. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സർക്കാർ നമുക്ക് തരുന്ന പൈസ, അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. വാക്കിനകത്ത് തന്നെയുണ്ട് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? സർക്കാർ നമുക്ക് തരുന്ന പൈസയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ വെച്ചിട്ടേക്കാം. നമ്മൾ ഹാപ്പി അല്ലേ? അങ്ങനെയെങ്കിൽ ആ പേയ്മെന്റിനെ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് വിളിക്കാം. ഈ 2000 രൂപ തരുന്നതിന് ഗവൺമെന്റ് പകരം നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പിന്നെ എല്ലാ വർഷവും വീട്ടിൻ്റെ ഓരോ സെന്റ് വെച്ച് എഴുതി കൊടുക്കുന്നുണ്ടാണോ? ഇപ്പോൾ കൊടുക്കും അല്ലേ? നോക്കിയേ, ഇവിടുത്തെ കേസിൽ ഗവൺമെന്റ് ഒന്നും പ്രതീക്ഷിക്കാതെ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യാതെ നമുക്ക് തരുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. എക്സാമ്പിൾ പറഞ്ഞിടാ, സബ്സിഡി, പെൻഷൻ, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. സ്കീമുകളിലൂടെയൊക്കെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. സാലറി ട്രാൻസ്ഫർ പേയ്മെന്റ് ആണോ? അല്ല, ജോലി ചെയ്തതിന് കിട്ടിയ കൂലിയാണ് സാലറി. ഇനി ഹൈവേ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൻ്റെ ഒരു പകുതി പെരടം കൊടുത്തു, അതിൻ്റെ പൈസ നമുക്ക് കിട്ടി, ട്രാൻസ്ഫർ പേയ്മെന്റ് ആണോ? അല്ല, പെരടം കൊടുത്തുകൊണ്ടാണ് പൈസ കിട്ടിയത്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെന്റ് ആരാ? സ്കോളർഷിപ്പ്, സബ്സിഡി, പെൻഷൻ, ഇതെല്ലാം എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. സെറ്റല്ലേ? ദ മണി ഓർ പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം ദ ഗവൺമെന്റ് വിത്തൗട്ട് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ശരി, അങ്ങനെയെങ്കിൽ എന്താണ് ഡിസ്പോസബിൾ ഇൻകം? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ഉപയോഗിക്കത്തക്ക വരുമാനം. ഇനി ട്രാൻസ്ഫർ പേയ്മെന്റ് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പോയിന്റ് അവിടെ നോക്കി വെച്ചോ. ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ ഒരാളുടെ വരുമാനം 10,000 രൂപയാണ്, ഗവൺമെന്റ് ഒരു 3,000 ഇട്ട് കൊടുത്തു, ആളുടെ വരുമാനം 13,000 രൂപയായി.
ശരിയല്ലേ? എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുന്നതനുസരിച്ച് ആളിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു, ആളിന്റെ ഇൻകം കൂടുന്നു. സോ നമുക്ക് പറയാം ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുന്നത് എന്ത് കൂടുന്നതിന് കാരണമാവും? പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം കൂടുന്നതിന് കാരണമാവും. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻകം എന്ന് നമുക്ക് വിളിക്കാം. ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻകം, വ്യക്തിഗത വരുമാനം. ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻകം. ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടിക്കോളും? ഇൻഡിവിജ്വൽ ഇൻകം കൂടിക്കോളും. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഇൻകം. സെറ്റാണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം? ദേ പിടിച്ചോ. എടാ, നിങ്ങൾക്കിപ്പോൾ സാലറി ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാണ്? മാസം ഒരു 45,000 രൂപ വരുന്നുണ്ട്, അക്കൗണ്ടിലേക്ക് വരുന്നു. എന്ത് സുന്ദരമായ നിമിഷം അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും എന്ത് ചെയ്യുന്നു? വീണ്ടും സാലറി ഒക്കെ കൂടി ഒരു 50,000 വെച്ച് വരുന്നുണ്ട്. ഗവൺമെന്റ് ഇൻകം ടാക്സ് റൂളൊക്കെ ചേഞ്ച് ചെയ്ത് വിചാരിച്ചോ, 50,000 രൂപ വരെയുള്ളവർ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കാൻ പറയുകയാണ്. 50,000 രൂപ വരുമാനമുള്ളവർ മാസം എന്ത് ചെയ്യണം? ഒരു 2,000 രൂപ വെച്ച് ഡയറക്റ്റ് ടാക്സ് അടയ്ക്കാൻ പറയുകയാണ്, ഇൻകം ടാക്സ് അടയ്ക്കാൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇൻകം ടാക്സ് നിങ്ങൾ അടയ്ക്കുന്ന ഡയറക്റ്റ് ടാക്സ് അല്ലേ? ബാക്കി നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ട്? അതെന്ത് ചോദ്യമാണ് സാറേ? വളരെ സിമ്പിൾ. 50,000 നമ്മുടെ വരുമാനം, 2,000 രൂപ ഇൻഡയറക്റ്റ് ടാക്സ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാനുള്ളത് വെറും 48,000 രൂപയായിട്ട് മാറി. ശരിയല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞില്ല 2,000 കുറയ്ക്കാൻ. നമ്മുടെ വരുമാനം 50,000 രൂപയാണ്, നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് 2,000 ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു 48,000 ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദേ നോക്കണേ. ഇപ്പോൾ പല സ്ഥലത്ത് നമുക്ക് വരുമാനം കിട്ടാം. നിങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളത് റെൻറ്റിന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഇനി അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങൾ അതുപോലെ പൈസയൊക്കെ അക്കൗണ്ടിൽ പിന്നീട് FD കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുമാനമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ എല്ലാം കൂടെ കിട്ടിയ പൈസയാണ് 50,000 രൂപ എന്ന് വിചാരിച്ചോ. ഇതിനകത്തുനിന്ന് നിങ്ങൾ പല ടൈപ്പ് ടാക്സ് അടയ്ക്കും. ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കാം, ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാം. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ടാക്സുകളെല്ലാം കുറച്ച് കിട്ടുന്നതാണ് എന്ത്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം. സെറ്റാണോ? അങ്ങനെയെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഇക്വേഷൻ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇൻകം റിസീവ്ഡ് മൈനസ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. ടോട്ടൽ ഇൻകം റിസീവ്ഡ് മൈനസ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പറയാം ഡയറക്റ്റ് ടാക്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. ഡയറക്റ്റ് ടാക്സസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. അങ്ങനെയെങ്കിൽ ഇനി ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. ഇവിടെ ആൻസർ പറയട്ടെ. ട്രാൻസ്ഫർ പേയ്മെന്റ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം. ശരി തന്നെ. 2, ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്. തെറ്റാണ്. ഡിസ്പോസിബിൾ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ കിട്ടുന്നതാണ്. നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ കിട്ടുന്നതാണ് ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകത്തിൽ എന്തില്ല? ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് ഇല്ല. 2 തെറ്റാണ്. 2 തെറ്റാണെങ്കിൽ 2 ഉള്ളവനെ എലിമിനേറ്റ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ എ 1 ഓൺലി. ശരിയല്ലേ? ഓക്കെ. 3 എന്തുകൊണ്ട് തെറ്റിയപ്പോൾ? NNB at ഫാക്ടർ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്. തെറ്റാണ്. NNB at ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല? ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റുകളില്ല. മാർക്കറ്റ് പ്രൈസിലെ ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ളൂ. സെറ്റല്ലേ? ക്ലിയർ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാം. ഇത്രയും വരെ പഠിച്ചു എല്ലാവരും? ഇത്രയും വരെ പഠിച്ചോ? ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻകം, നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്ന റെൻറ്റും, നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന റെൻറ്റും, അതുപോലെ പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ നമ്മൾ ക്യാപിറ്റലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കിട്ടുന്ന എന്താണ്? ഷെയർ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇൻകത്തെ നമ്മൾ GNI എന്ന് പറയും, ഗ്രോസ് നാഷണൽ ഇൻകം. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സെയിം ആസ് ഓഫ് GNP, സെയിം തന്നെയാണ്. ഇവിടെ NPP പ്രൊഡക്റ്റിൽ പറയുന്നു, GNI ഇൻകത്തിൽ പറയുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ GNI എന്താ ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ GDPയോടൊപ്പം, ഓക്കെ, GDPയോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന പ്രൈമറി ഇൻകങ്ങളെല്ലാം കൂട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം പ്രൈമറി ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ്. നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഇങ്ങനെയാണ് പറയുക, പ്രൈമറി ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്.
മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയും. പ്രൈമറി ഇൻകം പേയബിൾ ടു റെസ്റ്റ് ഓഫ് ദ വേൾഡ് എങ്കിൽ ഇതിനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുക, ഒരു രാജ്യത്തിൻ്റെ ഇൻകം എന്ന് പറയാം. നമ്മുടെ ഇൻകം ഇൻഡിവിജ്വൽ ഇൻകം ആണെങ്കിൽ രാജ്യത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് GDP പ്ലസ് GDPയോടൊപ്പം രാജ്യത്തിനകത്തേക്ക് വരുന്ന പേയ്മെൻറ്റുകൾ കൂട്ടി. എന്ത് പേയ്മെൻറ്റുകൾ? പ്രൈമറി ഇൻകം, ഇന്ത്യക്കാരൊക്കെ അയക്കുന്ന പൈസ കൂട്ടി, പ്രൈമറി ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മൈനസ് ഇന്ത്യക്കകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന പൈസകളില്ലേ, വിദേശികളൊക്കെ അയക്കുന്ന പൈസയൊക്കെ, ആ പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് കുറച്ചു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചോ. GNI = GDP പ്ലസ് പ്രൈമറി ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഏതുമായിട്ട് സാമ്യമുണ്ട്? GNP, GDP പ്ലസ് NFIA. ശരിയാണ്. ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് പഠിച്ച ഓർമ്മയുണ്ട്. സെയിം. ഇവിടെ പ്രൈമറി ഇൻകം എന്ന് പഠിക്കുന്നേ ഉള്ളൂ. GNI = GDP പ്ലസ് പ്രൈമറി ഇൻകം ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. എന്താണ് പ്രൈമറി ഇൻകം എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. സെറ്റാണ്. ശരി. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ വരുമാനം GNI ആണെങ്കിൽ രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം എന്താണ്? അതാണ് ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം. സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ ഞാനിങ്ങനെ പറയാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം എത്രയാണ്? നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം. രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ എന്താണ് GNDI? ഓൾറെഡി രാജ്യത്തിൻ്റെ വരുമാനം നമുക്കറിയാം GNI. ഇതിൽ നിന്ന് രാജ്യം അടയ്ക്കുന്ന ടാക്സ് കുറയ്ക്കുമാണോ? രാജ്യം ഇനി ആർക്ക് ടാക്സ് അടയ്ക്കാൻ? രാജ്യമാണ് ടാക്സ് വിധിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം എന്താ? ഇത് നോക്കാം. ഞാൻ പറയുകയാണ്, ഒരു രാജ്യത്തിൻ്റെ അല്ലെ നമ്മുടെ ഇന്ത്യയുടെ GNI എന്ന് പറയുന്നത് ഒരു 7000 കോടി രൂപയാണെന്ന് വിചാരിച്ചോളൂ. നമ്മളങ്ങനെ ആ പൈസ ഉപയോഗിക്കാനായിട്ടിരുന്നപ്പോഴാണ് ശ്രീലങ്കയിൽ വലിയൊരു ഡെറ്റ് ക്രൈസിസ് കിടക്കുന്നത്. ഓക്കെ, ഒരു പഴയകാല സംഭവം ഞാൻ എടുത്തിട്ടാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഡെറ്റ് ക്രൈസിസ് എന്ത് ചെയ്യുന്നു? വലിയൊരു ക്രൈസിസിലൂടെ ശ്രീലങ്ക പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിച്ചു ശ്രീലങ്കയ്ക്ക് കുറച്ച് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊടുക്കാം. ഞാൻ അതിനെ കറണ്ട് ട്രാൻസ്ഫേഴ്സ് എഴുതുകയാണ്. കറണ്ട് ട്രാൻസ്ഫേഴ്സ് ശ്രീലങ്കയ്ക്ക് എന്ത് ചെയ്തു? കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ശ്രീലങ്കയ്ക്ക് കൊടുത്ത കറണ്ട് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? 1000 കോടി ശ്രീലങ്കയ്ക്ക് കൊടുത്തു നമ്മുടെ രാജ്യം. അടിപൊളി. അപ്പോഴാണ് നമ്മുടെ വേൾഡ് ബാങ്കും IMF എല്ലാം കൂടെ എന്ത് ചെയ്തു? കുറച്ച് പൈസ നമ്മുടെ ഇന്ത്യക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവ്ഡ്. ഈ കറണ്ട് ട്രാൻസ്ഫേഴ്സിൽ വേറെ കുറേ പേയ്മെൻറ്റുകൾ വരും കേട്ടോ, അതിനുള്ളിൽ കയറുന്നില്ല. കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവ്ഡ് രാജ്യത്തിന് എന്ത് ചെയ്തു? വേൾഡ് ബാങ്കിൽ നിന്ന് IMF എന്നീ കൂടെ എന്ത് ചെയ്തു? ഒരു 2000 കോടി കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഇത് വെച്ചിട്ട് രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം എത്ര എന്ന് പറഞ്ഞേ? എല്ലാവരും രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വരുമാനം എത്ര? 8000 കോടി. എങ്ങനെ കിട്ടിയുടെ? ഈ 8000 കോടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞതല്ലല്ലോ. ഈ 8000 കോടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ആ 7000 കോടി പ്ലസ് എന്ത് ചെയ്തു? ഇന്ത്യക്കകത്തേക്ക് വന്ന 2000 കോടി മൈനസ് 1000 കോടി. എന്തിനാണ് ഈ -1000 ചെയ്തത്? 1000 എന്തിന് കുറച്ചു? രാജ്യം ശ്രീലങ്കയ്ക്ക് കൊടുത്തു നമ്മുടെ വരുമാനത്തിൽ നിന്ന് അല്ലേ? ആ 1000 നിങ്ങൾ കുറച്ചു. 7000 മൈനസ് 1000 6000 ആയി അല്ലേ? എന്തിന് നിങ്ങൾ 2000 കൂട്ടി? രാജ്യത്തിന് പുറത്തുനിന്ന് ഇന്ത്യക്കകത്തേക്ക് വന്നില്ലേ? അതെന്ത് ചെയ്തു? നമ്മൾ കൂട്ടി 2000 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? GNI ആയിരുന്നു. 2000 കോടി എന്താ? കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ. അപ്പോൾ 1000 കോടി എന്താ? കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അങ്ങനെയെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, GNDI = GNI പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ അല്ലേ? GNDI = GNI പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. GNDI = GNI പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അപ്പോൾ ഇതാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ. അപ്പോൾ ഈ പൈസ രാജ്യം എന്തൊക്കെ ചെയ്യുമായിരിക്കും? ഈ പൈസ എടുത്തിട്ട് രാജ്യം 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ പൈസയിൽ മൊത്തം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സ്പെൻഡ് ചെയ്യാം. കുറച്ച് രാജ്യവും എന്ത് ചെയ്യാം? സേവ് ചെയ്യാം, ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. രാജ്യവും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ സ്പെൻഡിങ്ങിനെ ഞാൻ വിളിക്കുകയാണ് കൺസംഷൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ GNDIയെ പൊതുവെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഗ്രോസ് സേവിങ്സും അതുപോലെ ഫൈനൽ കൺസംഷനും. ഫൈനൽ കൺസംഷൻ വെച്ച് കഴിഞ്ഞാൽ രാജ്യം എത്ര പൈസ സ്പെൻഡ് ആക്കി. ഓക്കെ, അപ്പോൾ GNDIയെ പൊതുവെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഫൈനൽ കൺസംഷൻ എന്നും ഗ്രോസ് സേവിങ്സ് എന്നും GNDIയെ 2 ആയിട്ട് തരംതിരിക്കാം. സെറ്റല്ലേടാ? GNDIയെ പൊതുവെ 2 ആക്കാം. ഗ്രോസ് സേവിങ്സ് എന്നും ഫൈനൽ കൺസംഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാം? GNDIയെ 2 ആയിട്ട് തിരിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞു നിന്നുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞേ.
2024 ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 2-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗ്രോസ് നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു GDP പ്ലസ് പ്രൈമറി ഇൻകം റിസീവബിൾ ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ശരിയാണോ അവിടെ? പിന്നെ വളരെ ശരിയാണ് അല്ലേ. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. പിന്നെ വളരെ ശരിയാണ്. അടുത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രോസ് സേവിങ്സ് ആൻഡ് ഫൈനൽ കൺസംപ്ഷൻ. അതും ശരി തന്നെ. ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3. സെറ്റല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വളരെ പാടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നിപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്ടേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് കിട്ടില്ലേ? അതുപോലെ ഫാക്ടേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫാക്ടേഴ്സിൽ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ. ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആരൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുപോലെ ഓർഗനൈസേഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ആക്റ്റീവ് ഫാക്ടർ, രണ്ട് പാസീവ് ഫാക്ടർ. ആക്റ്റീവ് ഫാക്ടറും പാസീവ് ഫാക്ടറും. ഇതിനകത്ത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുപോലെ ഓർഗനൈസേഷൻ അല്ലേ, ഇവർ 4 പേരുമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ 2 പേര് പാസീവാണ്, നിർജ്ജീവമായിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ, ഒരാൾ ലാൻഡ് ഒരു പാസീവാണ്. ഈ ലാൻഡിനകത്ത് ഇത് വെറുതെ കിടന്നിട്ടൊരു കാര്യമില്ല. ലാൻഡിനകത്ത് ലേബർ പണിയെടുത്താലേ അത് ആക്റ്റീവ് ആവുള്ളൂ. സോ നമ്മൾ പറയും ലേബർ ഒരു ആക്റ്റീവും ലാൻഡ് ഒരു പാസീവുമാണെന്ന് പറയും. അങ്ങനെയെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ പാസീവ് ഫാക്ടറുകൾ 2 പേരാണ്. ആരൊക്കെയെന്ന് പറയാമോ? സിമ്പിൾ. ഒന്ന് ലാൻഡ് ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ആരായിരിക്കും? ക്യാപിറ്റൽ കൃത്യമായിട്ട് ആര് യൂസ് ചെയ്യണം? ഇവിടെ ക്യാപിറ്റൽ ആര് യൂസ് ചെയ്യണം? ഓർഗനൈസേഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്താലാണ് എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗം വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓർഗനൈസേഷനും ലേബറും ആക്റ്റീവും ലാൻഡും ക്യാപിറ്റലും എന്ന് വിളിക്കാം പാസീവ് ഫാക്ടർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇവിടുന്ന് 2 ചോദ്യം കൂടെ തരട്ടെ. 2 ക്വസ്റ്റ്യൻ കൂടെ. PYQ ആണ്. ആൻസർ ഒന്ന് പറഞ്ഞേ. എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ പാസീവ് വൺ ഇൻക്ലൂഡ്. താഴെ തന്നിരിക്കുന്നവയിൽ പാസീവ് ഫാക്ടർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. സിമ്പിൾ. ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ലാൻഡും ക്യാപിറ്റലും പാസീവ് ഫാക്ടറാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ? Which of the following is not a passive factor in the production process എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാൻഡ്, ക്യാപിറ്റൽ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. നോട്ട് എ പാസീവ് ഫാക്ടർ ആണ് ചോദിച്ചത്. നോട്ട് എ പാസീവ് ഫാക്ടർ. ക്വസ്റ്റ്യനുകൾ ശ്രദ്ധിച്ച് വായിക്കണം. പാസീവ് ഫാക്ടർ ആരാണ് നമുക്കറിയാം? ലാൻഡും ക്യാപിറ്റലും. ഇപ്പം നോട്ട് എ പാസീവ് ഫാക്ടറിൽ ലാൻഡ് വരുമോ? ഇല്ല. ലാൻഡ് ഒരു പാസീവ് ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അത് ആൻസർ വരാൻ പാടില്ല. അപ്പോൾ എയും പോയി, ബോത്ത് എ ആൻഡ് ബിയും പോയി. ക്യാപിറ്റൽ പാസീവ് ആണ്, ആൻസർ വരാൻ പാടില്ല. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. കിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നോട്ട് എ പാസീവ് ഫാക്ടർ ആണ് ചോദിക്കുകയാണെങ്കിൽ ആക്റ്റീവ് ഫാക്ടറുകളാണ് ചോദിച്ചേക്കുന്നത്. ആക്റ്റീവ് ഫാക്ടറുകൾ ആരാണ്? ലേബറും ഓൺട്രപ്രണറുമാണ്. സെറ്റ്. ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യാടാ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ സിമ്പിളായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തെറ്റിക്കുന്ന സാധനങ്ങളായിരിക്കും. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് എത്തണം. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ചില കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1-2 മാർക്ക് ഉറപ്പിക്കാം എന്നെന്ത് ചെയ്യാം, നമുക്ക് എടുത്ത് പറയാം. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം കൂടിയുണ്ട്. ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന മോണിറ്ററി പോളിസിയെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് ഒരൊറ്റ സെൻറ്റൻസിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. എക്സാമ്പിൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചുകൊണ്ട് തന്നെ പോവാം. (2023) ഡിഗ്രി പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
which is the best policy combination for RBI to reduce the money supply in the economy. Which is the best policy combination for RBI to reduce money supply in the economy എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Reduce reverse repo rate, increase reserve ratio, open market sale of bond. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പഠിച്ച പോലെ സിമ്പിളായിട്ട് ഒരൊറ്റ കോൺസെപ്റ്റ് ഓർത്തിരുന്നാൽ ഇവിടത്തെയും ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും. ദേ പിടിച്ചോ. എന്താണ് മോണിറ്ററി പോളിസി? ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസറിലേക്ക് എത്താം? പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ദേ ഇവിടെ മോണിറ്ററി പോളിസി പറയുമ്പോഴേക്കും ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ട ആൾ എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവായ വിലയിലുള്ള വർധനവ്, ജനറൽ ലെവൽ പ്രൈസ് റൈസ്. ഒരു ജനറൽ ലെവൽ പ്രൈസ് റൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ജനറൽ ലെവൽ പ്രൈസ് റൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ത് ചെയ്യുന്നു? ആ വില കൂടുന്നതിനെ, മൊത്തത്തിലുള്ള വില കൂടുന്നതിനെ, പൊതുവായ വില കൂടുന്നതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. ഇവിടെ സ്വർണത്തിൻ്റെ മാത്രം വില കൂടിപ്പോയി, ഇൻഫ്ലേഷൻ ആണോ? ആ ഇൻഫ്ലേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണേൻ്റെ മാത്രം വില കൂടി, അതാണ് ഇൻഫ്ലേഷൻ? അല്ല. ഒരു ബേസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഒരു വർഷത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവായ വിലയിലുള്ള ആ ഒരു ജനറൽ ലെവൽ പ്രൈസ് റൈസാണ് ഇൻഫ്ലേഷൻ. അപ്പം അങ്ങനെയെങ്കിൽ നിലവിൽ ഏത് വർഷത്തിനെ കമ്പയർ ചെയ്താണ് ഇൻഫ്ലേഷൻ പറയുക? ആ ബേസ് ഇയർ ചേഞ്ച് ചെയ്തായിരുന്നു. നിലവിലെ ബേസ് ഇയർ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ഇൻഫ്ലേഷൻ കാൽക്കുലേഷനിലെ ബേസ് ഇയർ 2024 എന്നാൽ GDP പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2022-23 ഓക്കെ. അപ്പോൾ ബേസ് ഇയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റുള്ള ബേസ് ഇയർ 2024 അതേസമയത്ത് GDP കാൽക്കുലേഷൻ്റെയൊക്കെ ബേസ് ഇയർ പറയുന്നത് 2022-23 അപ്പോൾ അത് അടുത്തിടെയാണ് ചേഞ്ച് ചെയ്തത്. ഈ മാറ്റം ഒന്ന് കണ്ടുവച്ചേക്കുക. ഓക്കെ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? കിട്ടിയില്ലേ? ഇൻഫ്ലേഷൻ എന്താ? ദ ജനറൽ ലെവൽ പ്രൈസ് റൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് എന്ത്? ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ എക്കോണമിക്ക് നല്ലതാണോ അതേ ചീത്തയാണോ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവായ വില കൂടുന്ന എക്കോണമിക്ക് നല്ലതാണോ ചീത്തയാണോ? ആരെങ്കിലും ബാഡെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇൻഫ്ലേഷൻ ഈസ് ഗുഡ് ഫോർ ആൻ എക്കോണമി, ഇൻഫ്ലേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ആൻ എക്കോണമി. ഈ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരത്തിലെത്താം. ഇൻഫ്ലേഷൻ ഈസ് ഗുഡ് ഫോർ ആൻ എക്കോണമി, ഇൻഫ്ലേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ആൻ എക്കോണമി. ഏതൊരു എക്കോണമിക്കും ഇൻഫ്ലേഷൻ നല്ലതാണ്, ഇൻഫ്ലേഷൻ അനിവാര്യമാണ്. ഒരു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, ചെറിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഏതൊരു രാജ്യത്തും അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എപ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുക? സാധനം മേടിക്കാൻ ആൾക്കാരുണ്ടാവുമ്പോഴല്ലേ അല്ലേ? ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളപ്പോഴല്ലേ? എപ്പോഴാണ് മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക? ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ, പർച്ചേസിങ് പവറൊക്കെ കൂടിയപ്പോൾ, മാർക്കറ്റിലെ മണി സപ്ലൈ ഒക്കെ ഉള്ളപ്പോൾ, ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ. ശരിയാണോ? അങ്ങനെയല്ല എപ്പോഴാണ് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവുക? ആളുകൾക്ക് ജോലിയൊക്കെ ഉണ്ടാവുമ്പോൾ. ശരിയാണ്. നേരത്തെ പഠിച്ച സെയിം സാധനം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതോടൊപ്പം ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ അല്ലേ? പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? GDPയും കൂടും. അപ്പം GDP കൂടുന്നത് നല്ലതാണോ ഒരു രാജ്യത്തിൻ്റെ? എന്ത് ചോദ്യമാണ്? വളരെ നല്ലതാണ്. ഒരു രാജ്യത്ത് ഉൽപ്പാദനം കൂടുന്നത് നല്ലതാണോ? പിന്നെ അതുകൊണ്ടാണ് GDP കൂടിയത്. മാർക്കറ്റിലെ ഡിമാൻഡ് കൂടുന്നത് നല്ലതാണോ? ഓക്കെ, നല്ലതായിരിക്കാം. ശരി, നല്ലതാണ്. ഓക്കെ, നല്ലതാണെന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളത് നല്ലതാണോ? എന്ത് ചോദ്യമാണ്? വളരെ വളരെ നല്ലതാണ് അല്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. മണി സപ്ലൈ ഉണ്ടെങ്കിൽ നല്ലതാണ്ട്രാ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എപ്പോഴാണ് പൈസ ഉണ്ടാവുക? ജോലി കിട്ടുമ്പോൾ. ജോലി കിട്ടും നല്ലതാണോ? നല്ലതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അപ്പോഴാണ് എന്തുണ്ടാവുക? ഇൻഫ്ലേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇൻഫ്ലേഷൻ നല്ലതല്ലേ? നല്ലതാണെന്ന് മാത്രമല്ല, ഇൻഫ്ലേഷൻ അനിവാര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ്, ഈ ടോപ്പിക്ക് മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇതാണ്. മണി സപ്ലൈ കൂടിയാൽ, ആളുകളുടെ കയ്യിലെ പൈസ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടുമോ കുറയുമോ? മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടുമോ കുറയുമോ? മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും. അങ്ങനെയെങ്കിൽ മണി സപ്ലൈ കുറഞ്ഞാലോ? മണി സപ്ലൈ കുറഞ്ഞാൽ എന്ത് കുറയും? മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും.
മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടാൻ എന്ത് ചെയ്യണം? മണി സപ്ലൈ കൂട്ടണം. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? മണി സപ്ലൈ കുറയ്ക്കണം. ഈ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വിധമുള്ള ചോദ്യങ്ങളെല്ലാം ഉത്തരം എഴുതാം. ഒന്നുകൂടെ, മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. ഇൻഫ്ലേഷൻ കൂട്ടാൻ മണി സപ്ലൈ കൂട്ടണം, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ മണി സപ്ലൈ കുറയ്ക്കണം. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇൻഫ്ലേഷൻ എത്രയായിരിക്കണം ചോദിച്ചപ്പോൾ ഉർജിത് പട്ടേൽ കമ്മിറ്റിയാണ് അതിന് ഉത്തരം തരുന്നത്. ഉർജിത് പട്ടേൽ കമ്മിറ്റി പറയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇൻഫ്ലേഷനെ 4% നിലനിർത്തണം. ഓക്കെ, അതിലൊരു +or-2 അക്സെപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അർത്ഥം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്രയായിരിക്കണം? 4% നിലനിർത്തണം. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്രയാക്കണം? 4% നിലനിർത്തണം. അതിലെന്ത് ചെയ്യാം? ഒരു +or-2 അക്സെപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 6 വരെ പോവാം. 6 നല്ലതാണോ? 6 പക്ഷെ നല്ലതല്ല. 6 ആയി കഴിഞ്ഞാൽ ഒരു വാണി സിഗ്നലാണ്, കുറച്ച് 4 ആക്കണം. എത്ര വരെ കുറയാം? 2 വരെയൊക്കെ കുറയാം. പക്ഷേ 2 വരെ കുറഞ്ഞാൽ 2 നല്ലതാണെന്ന് പറയാൻ പറ്റും? ഇല്ല, 2 നല്ലതല്ല, ഒരു വാണി സിഗ്നലാണ്. എത്രയിലേക്ക് കൊണ്ടുവരണം? 4 കൊണ്ടുവരണം. ഏറ്റവും ബെസ്റ്റ് റേറ്റ് എത്രയാ? 4% ആണ് ഏറ്റവും നല്ല റേറ്റ്. എപ്പോഴും ഇന്ത്യയുടെ ഇൻഫ്ലേഷനെ എത്രയാക്കി നിർത്താൻ നോക്കണം? 4% നിലനിർത്തണം. ഓക്കെ, ഈ 4% നിലനിർത്തുന്നത് ഒന്ന് രാജ്യത്തിൻ്റെ RBI ആണ്, നമ്മുടെ കേന്ദ്ര ബാങ്കാണ്. അങ്ങനെയെങ്കിൽ RBI ഇത് ചെയ്യുന്ന പോളിസിയാണ്. ഈ 4% ഇൻഫ്ലേഷൻ നിലനിർത്താൻ RBI ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ഇനി ഇത് 4% നിലനിർത്താൻ ഒരാൾക്കും കൂടി പറ്റും. ആർക്കും ചോദിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന്. ഗവൺമെൻറ് ചെയ്യുന്ന പോളിസിയാണ് എന്ത് പോളിസി? ഫിസ്ക്കൽ പോളിസി. സെറ്റ്. അപ്പോൾ 4% എന്ത് ചെയ്യാം? നിലനിർത്താൻ 2 പേർക്ക് പറ്റും. RBIക്കും പറ്റും, ഗവൺമെൻറ്റിന് പറ്റും. RBI എന്തിലൂടെ ചെയ്യുന്നത്? മോണിറ്ററി പോളിസിയിലൂടെ. ഗവൺമെൻറ് എന്തിലൂടെ ചെയ്യും? ഫിസ്ക്കൽ പോളിസിയിലൂടെ ചെയ്യും. അങ്ങനെയെങ്കിൽ മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് ടൂളുകളാണുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ടൂളുകളും ക്വാളിറ്റേറ്റീവ് ടൂളുകളും. അപ്പോൾ RBI ഇത് ചെയ്യുന്നത് ഏതൊക്കെ ടൂളുകളിലൂടെ? ക്വാണ്ടിറ്റേറ്റീവ് ടൂളുകളാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട കുറച്ച് ടൂളുകൾ. ഏതൊക്കെ? CRR, SLR, റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ, ഓക്കെ, അതുപോലെ ബാങ്ക് റേറ്റ്, അതുപോലെ MSF, അതുപോലെ SDF, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് RBI എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ഇൻഫ്ലേഷനെ എത്രയാക്കുന്നത്? 4% നിലനിർത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ കാര്യത്തിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6% എന്ന് നിങ്ങൾ കണ്ടു. എത്രയാ കണ്ടേ? ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്ര ശതമാനം? 6% എന്ന് നിങ്ങൾ കണ്ടു. 6%. നല്ലതാണോ ചീത്തയാണോ? നല്ലതല്ല. നിങ്ങളാണ് RBI ഗവർണർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻഫ്ലേഷനെ കുറയ്ക്കും. എത്രയാക്കി കുറയ്ക്കും? 4 ആക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ 6 നിന്ന് 4 ആക്കാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റടാ. നേരത്തെ പഠിച്ച കോൺസെപ്റ്റ്, മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടും, മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടാൻ മണി സപ്ലൈ കൂട്ടണം, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ മണി സപ്ലൈ കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് കുറയ്ക്കാൻ നിങ്ങൾ എന്ത് കുറയ്ക്കും? മണി സപ്ലൈ കുറയ്ക്കും. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറഞ്ഞോളും. ഇത്രയേ ഉള്ളൂ. ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്കിപ്പോൾ RBI ചെയ്യുന്ന മോണിറ്ററി പോളിസിയെ 2 ആയിട്ട് തിരിക്കാം. ഈ ഒരു കോർ കണ്ടന്റ് കിട്ടിയാൽ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. ദേ പിടിച്ചോ. മോണിറ്ററി പോളിസി 2 തരത്തിലുണ്ട്. ഒന്ന് ടൈറ്റ് മണി പോളിസി, രണ്ടാമത്തെ ആള് ഈസി മണി പോളിസി. ടൈറ്റ് മണി പോളിസിയും ഈസി മണി പോളിസിയും. ടൈറ്റ് മണി പോളിസി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ RBI ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൻ്റെയും റേറ്റുകൾ കൂട്ടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി CRR കൂട്ടി, SLR കൂട്ടി, റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ പറയും എന്താണ്? ടൈറ്റ് മണി പോളിസിയാണ്. റിപ്പോ റേറ്റ് കൂട്ടുന്ന പോലെ റിവേഴ്സ് റിപ്പോയും കൂട്ടി. ഓക്കെ, അതുപോലെ ബാങ്ക് റേറ്റ്, MSF, യവന്മാരെ എല്ലാത്തിനെയും കൂട്ടി. ഇതിനകത്ത് ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും സംഭവിക്കുന്ന അടുത്ത കാര്യം ഇത്രയും പഠിച്ചു വെച്ചാൽ മതിടാ. കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. നമ്മൾ ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടും.
ഓക്കെ, പറഞ്ഞ പോയിന്റ് ഇത്രയുള്ള RBI ഫോളോ ചെയ്യുന്നത് ടൈറ്റ് മണി പോളിസി ആണെങ്കിൽ RBI എന്ത് ചെയ്യും? എല്ലാത്തിൻ്റെയും റേറ്റുകൾ കൂട്ടും. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുമായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കടമെടുക്കാതെ തിരിച്ചു പോകുമോ? നമ്മളിങ്ങനെ ചിന്തിക്കും, അടിപൊളി, ഇന്നാകുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കൂടുതലാണ്, കടമെടുക്കാൻ പറ്റിയ സമയം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കൂ? ഒരിക്കലും ഇല്ലടെ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ കടമെടുക്കുന്ന കുറയും, ആളുകളുടെ കയ്യിൽ പൈസ കുറയും. ആളുകളുടെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ അതിന് നമ്മളൊരു പേര് വിളിച്ചല്ലോ, മണി സപ്ലൈ കുറവാണ്. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുമോ കുറയുമോ? ഇൻഫ്ലേഷൻ കുറയും. ഈ കോൺസെപ്റ്റ് കിട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഇൻഫ്ലേഷൻ കുറയ്ക്കേണ്ടത്? ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോഴാണ് അത് കുറയ്ക്കേണ്ടത്. ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോൾ അതിനെ കുറയ്ക്കണം. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റിനെ നമുക്കിത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ഇത്രേ ഉള്ളടാ. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI എന്ത് ചെയ്യുന്നു? ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഫോളോസ് ടൈറ്റ് മണി പോളിസി. ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോൾ RBI എന്ത് ചെയ്യും? ടൈറ്റ് മണി പോളിസി ഫോളോ ചെയ്യും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എല്ലാത്തിൻ്റെയും റേറ്റുകൾ എന്ത് ചെയ്യും? കൂട്ടും. റിപ്പോ റേറ്റ് കൂട്ടും, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടും, CRR കൂട്ടും, SLR, MSF, ബാങ്ക് റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റുകൾ കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ഏതിൻ്റെ റേറ്റും കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിത് സ്റ്റേറ്റ്മെന്റ് തരികയാണ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ശരിയാണ്. റിപ്പോ റേറ്റും കൂട്ടും, റിവേഴ്സ് റിപ്പോ റേറ്റും കൂട്ടും, എല്ലാത്തിൻ്റെയും റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. സെറ്റല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ PSC മാറ്റി തിരിച്ചും ചോദിക്കും. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ്. ശരിയാണോ? വളരെ ശരിയാണ്. വെൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. വെൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ്, മണി സപ്ലൈ വിൽ ബി റെഡ്യൂസ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും, റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും, അല്ലേ? ഇതിനെയാണ് ഇങ്ങനെ മാറ്റി തിരിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് CRR. ശരിയാണോ? ശരിയാണ്. CRR കൂട്ടിയാൽ മണി സപ്ലൈ കുറയും. ശരിയാണോ തെറ്റാണോ? ശരിയാണേ. ശരി. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കണം. ശരിയാണോ? കറക്റ്റ് ആണ്ട്രാ. ഈ പറയുന്ന ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ CRR കൂട്ടണം. ശരിയാണോ? ശരിയാണ്. ഇത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റിൽ മാറ്റി തിരിച്ച് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഔട്ടർ ലെവലിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സെറ്റാണ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഫോളോസ് ടൈറ്റ് മണി പോളിസി. ടൈറ്റ് മണി പോളിസി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എല്ലാത്തിൻ്റെയും റേറ്റുകൾ കൂട്ടുമെന്നാണ് അർത്ഥം. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ ആര് കുറഞ്ഞോളും? ഇൻഫ്ലേഷൻ കുറഞ്ഞോളും. ഇവിടെ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഒന്നും അറിഞ്ഞൂടാത്തവർ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുവിധമുള്ള ക്വസ്റ്റിൻ്റെയൊക്കെ ആൻസർ കിട്ടും, ഒരുവിധമുള്ള സ്റ്റേറ്റ്മെന്റുകൾ കിട്ടും. അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈസി മണി പോളിസി ഫോളോ ചെയ്യണം. ഈസി മണി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റുകളൊക്കെ കുറയ്ക്കണം. CRR കുറയ്ക്കും, SLR കുറയ്ക്കും, റിപ്പോ കുറയ്ക്കും, റിവേഴ്സ് റിപ്പോ കുറയ്ക്കും. ഏതിൻ്റെ റേറ്റ് കുറച്ചാലും മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ കൂടിക്കോളും. സിമ്പിൾ. അങ്ങനെയെങ്കിൽ ദേ പിടിച്ചോ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5.5%. നിങ്ങളാണ് RBI ഗവർണറെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ 4 ആക്കാൻ നോക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് മണി പോളിസി ഫോളോ ചെയ്യും? ടൈറ്റ് മണി പോളിസി ഫോളോ ചെയ്യും. ടൈറ്റ് മണി പോളിസി ആണെങ്കിൽ CRR എന്ത് ചെയ്യണം? കൂട്ടണം. SLR കൂട്ടണം. റിപ്പോ റേറ്റ് കൂട്ടണം. റിവേഴ്സ് റിപ്പോ കൂട്ടണം. ബാങ്ക് റേറ്റ് കൂട്ടണം. MSF എല്ലാത്തിൻ്റെയും റേറ്റ് കൂട്ടണം. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും എന്താ സംഭവിക്കുക? കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, ആളുകളുടെ കയ്യിലെ പൈസ കുറയും, മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. അപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞ ഏതുവരെ ആവും? 4 ആകുന്നവരെ അങ്ങനെ ചെയ്യും. സെറ്റല്ലേ? കിട്ടുന്നില്ലേ? ശരി, ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ്, MSF ബാങ്ക് റേറ്റ്, കൂടെ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലേ, എല്ലാത്തിൻ്റെ റേറ്റ് CRR, SLR എല്ലാത്തിൻ്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, മണി സപ്ലൈ കുറയും, ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, ഇനി സെയിം ഒരാളെയും കൂടെ പഠിച്ചു വയ്ക്കണേ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ടൈറ്റ് മണി പോളിസിക്ക് സമാനമായിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് OMO ഉദ്ദേശിക്കുന്നത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ. ഈ പറയുന്ന RBI എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന ഗവൺമെൻറ് ബോണ്ടുകൾ, നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് വിളിക്കും, ഇത് നേരിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് എന്ത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, എന്താ ചെയ്യുന്നത്? RBI നേരിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് എന്ത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അത് ഫുള്ളായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത്ര മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതേ പിടിച്ചോ. എക്സാമ്പിൾ, ഇതിപ്പോൾ RBI ആണെന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മുടെ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിൽ നേരിട്ട് RBI ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓക്കെ, ആളുകളുടെ കയ്യിലെ പൈസ RBIയുടെ കയ്യിലേക്ക് പോയി എന്ന് വിചാരിച്ചോളൂ. പൈസ RBIയുടെ അടുത്തേക്ക് പോയി, ക്യാഷ് എങ്ങോട്ട് പോയി? മാർക്കറ്റിലെ പൈസ RBIയുടെ കയ്യിലേക്ക് പോയി. ആളുകളുടെ കയ്യിലെ പൈസ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അങ്ങനെയെങ്കിൽ ആളുകളുടെ കയ്യിലെ പൈസ കുറഞ്ഞാൽ മണി സപ്ലൈ കൂടിയോ കുറഞ്ഞോ? മണി സപ്ലൈ കുറഞ്ഞു. ഇത്ര ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ RBI നാളെ പറയുകയാണ് RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയാണ്. ഇഷ്ടമുള്ളവർ മേടിച്ചോ. നമ്മുടെ മാർക്കറ്റിൽ പൈസയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? RBI വിൽക്കുന്ന കടപ്പത്രങ്ങൾ, അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, സമയം നോക്കി വയ്ക്കണം. നല്ലതാണ്, നോക്കി വെച്ചാൽ നല്ലതാണ്. അങ്ങനെയെങ്കിൽ RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിറ്റു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്തു. പൈസയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? പൈസ കൊടുത്തത് മേടിക്കും. എന്ന് വെച്ചാൽ കമ്പോളത്തിലെ പൈസ ആരെടുത്തോട്ട് പോയി? RBIയുടെ അടുത്തേക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈ കുറഞ്ഞു. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് പറ്റും? മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും. എപ്പോഴാണ് ഇൻഫ്ലേഷൻ കുറയ്ക്കേണ്ടേ? ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോൾ. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൺക്ലൂഡ് ചെയ്ത് വെച്ചാൽ മതിയടാ. ടൈറ്റ് മണി പോളിസിക്ക് സമാനമായിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ടൈറ്റ് മണി പോളിസിക്ക് സമാനമായിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി സെല്ല് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും റേറ്റുകളാണെങ്കിൽ കൂട്ടും, ഗവൺമെൻറ് സെക്യൂരിറ്റി ആണെങ്കിൽ സെല്ല് ചെയ്യും. ഇത് രണ്ടും ചെയ്താലും എന്താണ് സംഭവിക്കുക? ദേ ഇവിടെ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ മണി സപ്ലൈ എന്ത് ചെയ്യും? കുറയും. മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറഞ്ഞാൽ എന്ത് കുറഞ്ഞോളും? ഇൻഫ്ലേഷൻ കുറയും. എപ്പോഴാണ് ഇൻഫ്ലേഷൻ കുറയ്ക്കേണ്ടേ? ഇൻഫ്ലേഷൻ കൂടി നിൽക്കുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഫോളോസ് ടൈറ്റ് മണി പോളിസി, എല്ലാത്തിൻ്റെയും റേറ്റ് കൂട്ടും. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ മോണിറ്ററി പോളിസി മൊത്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഔട്ടറിൽ നിന്നുകൊണ്ട് ഇത്രയും സാധനം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതെല്ലാവർക്കും പിടികിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പിടികിട്ടി വിശ്വസിക്കുന്നു. ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സമയത്ത് RBI ടൈറ്റ് മണി പോളിസി ഫോളോ ചെയ്യും എന്ന് ഓർത്തിരിക്കാൻ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ലേ? ടൈറ്റ് മണി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ടൈറ്റാക്കി വയ്ക്കാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അതിനെന്താ ചെയ്യുന്നത്? എല്ലാത്തിൻ്റെയും റേറ്റ്, ഏതിൻ്റെ റേറ്റ് ആണെങ്കിലും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേത് ചെയ്താലും ആളുകളുടെ കയ്യിലെ പൈസ കുറയും, മണി സപ്ലൈ കുറയും, സാധനം മേടിക്കാൻ ആൾക്കാരില്ല, ഡിമാൻഡ് കുറയും, ഇൻഫ്ലേഷൻ കുറഞ്ഞോളും. സെറ്റാണോ? ഇവിടുന്ന് എങ്ങനെയൊക്കെ ചോദിച്ചാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാക്കിക്കോണം. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഫോളോസ് ടൈറ്റ് മണി പോളിസി. ശരിയാണ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI ഇൻക്രീസസ് CRR. ശരി. ഇൻഫ്ലേഷൻ സമയത്ത് എല്ലാത്തിൻ്റെയും റേറ്റ് കൂട്ടണം. ഓക്കെ, CRR കൂട്ടിയാൽ മണി സപ്ലൈ കുറയും. ശരിയാണോ? ശരിയാണേ. മണി സപ്ലൈ കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കുറയും. നീ തിരിച്ചു ചോദിക്കുന്നു വിചാരിച്ചോ, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ മണി സപ്ലൈ കുറയ്ക്കണം. ശരിയാണ്. മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ CRR കൂട്ടണം. ശരിയാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടാറ്. ഓക്കെ, ഇത് വെച്ചത് നമ്മൾ ഈ പറഞ്ഞത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം, കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നീ പിടിച്ചോ.
ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. PYQ ആണ്, ആൻസർ പറയട്ടെ. 2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് നമ്മളൊന്നും സാധനം പഠിച്ചില്ല. SLR പഠിച്ചു, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ടാക്സേഷൻ പോളിസീസ് ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ 1 and 3 ആണ് ശരി ഉത്തരം. കിട്ടുന്നില്ലേ? ഇത് സെയിം 2015 ഒരു UPSC ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ പിടിച്ചാണ് അവിടെ ചോദിച്ചത്. നോക്കി, ഏതൊക്കെയാണ് മോണിറ്ററി പോളിസി ടൂളിൻ്റെ കമ്പോണൻറ്റ്? ബാങ്ക് റേറ്റ് ശരിയാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ശരിയാണ്, പബ്ലിക് ഡെറ്റ് ഇല്ല, പബ്ലിക് റവന്യൂ ഇല്ല, ഇത് ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ആൻസർ 1 and 2 ഓൺലി. കിട്ടുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ. ആൻ ഇൻക്രീസ് ഇൻ ദ ബാങ്ക് റേറ്റ് ജനറലി ഇൻഡിക്കേറ്റ്സ്, ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമാണ് എന്നാണ് ചോദ്യം. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലൈക്ലി ടു ഫോൾ. അടുത്ത് പറയുന്നു സെൻട്രൽ ബാങ്ക് ഈസ് നോ ലോങ്ങർ മേക്കിംഗ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. അടുത്ത് പറയുന്നു സെൻട്രൽ ബാങ്ക് ഫോളോസ് ഈസി മണി പോളിസി. അടുത്ത് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഫോളോസ് ടൈറ്റ് മണി പോളിസി. 2013 സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റൻ ആയത്. ഈ ഒരു കാലത്തുള്ള സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റൻ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും മിക്കവാറും നമുക്ക് ഡിഗ്രി പ്രിൻസ് ചോദിക്കാറുള്ളത്. കറക്റ്റ് ആണ്ട്രാ. ഇവിടെ ആൻ ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ് ജനറലി ഇൻഡിക്കേറ്റ് സെൻട്രൽ ബാങ്ക് ഫോളോസ് ടൈറ്റ് മണി പോളിസി. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും മണി സപ്ലൈ കുറയ്ക്കുന്നതാണ്, അതിനർത്ഥം ടൈറ്റ് മണി പോളിസി എന്നാണ്. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ, എക്കോണമിക് ഗ്രോത്ത് ഈസ് യൂഷ്വലി കപ്പിൾഡ് വിത്ത്. രാജ്യത്തിന് എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ കൂടെ സംഭവിക്കുന്നത് എന്താണ്? ഇതും 2011 UPSC സിവിൽ സർവീസ് എക്സാമിനേഷനാണ്. എക്കോണമിക് ഗ്രോത്ത് ഈസ് യൂഷ്വലി കപ്പിൾഡ് വിത്ത് ഇൻഫ്ലേഷൻ. അല്ലേ? എക്കോണമിക് ഗ്രോത്ത് കൂടുമ്പോൾ കൂടെ സംഭവിക്കുന്നതാണ് എന്ത്? ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നല്ലതാണ് ഒരു പരിധി വരെ. ആ പരിധിയാണ് 4%. ആ പരിധിക്ക് അപ്പുറത്തേക്ക് കൂടിക്കഴിഞ്ഞാൽ നല്ലതല്ല. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലോവറിംഗ് ഓഫ് ബാങ്ക് റേറ്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ്സ് ടു. ബാങ്ക് റേറ്റ് കുറച്ചാൽ എന്ത് സംഭവിക്കും? ബാങ്ക് റേറ്റ് കുറച്ചാൽ മണി സപ്ലൈ കുറയും ആണോ? അല്ല. ഏതിൻ്റെ റേറ്റ് കുറച്ചാലും അത് ഈസി മണി പോളിസി എന്നാണ് അർത്ഥം. റേറ്റ് കുറച്ചാൽ ഈസി മണി. ഈസി മണി ആണെങ്കിൽ എന്ത് കൂടും? ഈസി ആണെങ്കിൽ മണി സപ്ലൈ കൂടും. മണി സപ്ലൈ തന്നെയാണ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ മണി സപ്ലൈ കൂടിയെന്ന് വെച്ചർത്ഥം ലിക്വിഡിറ്റി കൂടി, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. മോർ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. കിട്ടുന്നില്ല എല്ലാവർക്കും? ശരി, എങ്കിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. Which is the best policy combination for RBI to reduce money supply in the economy? മണി സപ്ലൈ കുറയ്ക്കുന്നതിന് ഒരു ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. മണി സപ്ലൈ കുറയ്ക്കുന്നതിനുള്ള ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ഏതാണ്? മണി സപ്ലൈ കുറയ്ക്കണം. എങ്ങനെ ആലോചിക്കേണ്ടേ? മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ ഏത് പോളിസി ഫോളോ ചെയ്യണം? ടൈറ്റ് മണി പോളിസി. ടൈറ്റ് മണി പോളിസി എന്ന് പറയുമ്പോൾ റേറ്റുകൾ കൂട്ടുന്നതാണോ കുറയ്ക്കുന്നതാണോ? റേറ്റുകൾ കൂട്ടുന്നതാണ്. ഏതിൻ്റെ റേറ്റ് കൂട്ടിയാലും ടൈറ്റ് മണി പോളിസി. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ആൻസർ നോക്കാം. റിവേഴ്സ് റിപ്പോ റേറ്റ്. തെറ്റാണ്. റേറ്റ് കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് വേണ്ടത്. ബാക്കി വായിച്ചു പോലും ഇല്ല, ഒന്ന് വെട്ടിക്കളഞ്ഞു. റെഡ്യൂസ് റിപ്പോ റേറ്റ് വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് വായിക്കാം. സെക്കൻഡ്, ഇൻക്രീസ് റിപ്പോ റേറ്റ്. ശരിയാണല്ലോ, വളരെ ശരിയാണ്. ഇൻക്രീസ് റിപ്പോ റേറ്റ് വളരെ ശരിയാണ്. ഇൻക്രീസ് റിസർവ് റേഷ്യോ എന്ന് പറയുമ്പോൾ CRRഉം SLRഉം, ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കറക്റ്റാണ്. എല്ലാത്തിൻ്റെ റേറ്റ് കൂട്ടണം. ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട് കറക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കണം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കണം. ശരി തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D 2 ഓൺലി. കിട്ടുന്നില്ലേ? ഓപ്ഷൻ D 2 ഓൺലി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എലിമിനേഷനിലൂടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയുള്ളത് എല്ലാവർക്കും ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സമയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം ഒരു 2-3 മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ ടോപ്പിക്കിനെ ചുരുക്കി നമ്മൾ അടിച്ചിട്ടുണ്ട്. അല്ലേ? മൊത്തം ടോപ്പിക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും സെക്ടേഴ്സ് ഓഫ് എക്കോണമി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നാഷണൽ ഇൻകം, മോണിറ്ററി പോളിസി, ഈ 4 ഹ്യൂജ് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തു. അപ്പോൾ ഈ 2 മണിക്കൂറിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് മാത്രം ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ കട്ടയ്ക്ക് പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള സമയത്താണെങ്കിലും എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രിലിംസ് എല്ലാവരും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ,
എല്ലാവർക്കും പ്രിലിംസ് കിട്ടട്ടെ. അപ്പോൾ നമുക്കൊരു 55 മാർക്ക് ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. 100 മാർക്കൊന്നും വേണ്ട പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു പകുതിയിലധികം മാർക്ക്. അപ്പോൾ ആ പകുതിയിലധികം മാർക്കിൻ്റെ ഒരു 5 മാർക്ക് എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുരുട്ട് ബുദ്ധികൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം ഈ എക്കണോമിക്സിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.